ഓം സദാ ബാലരൂപാഭി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാഭി പഞ്ചാസ്യമാന്യാ വിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമി വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മം ആറെങ്കിലും ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമല അചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവം മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ രല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവ മുഖന്മാരും തുണച്ചേടണം. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും രോഗശാന്തി. ഇതിൽ 1-2 മക്കളുണ്ട്. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും, രോഗങ്ങളുണ്ടെങ്കിൽ രോഗശാന്തി ഉണ്ടാകണം. ഈശ്വരകൃപ എപ്പോഴും സദാസമയവും ഉണ്ടാകാൻ നമുക്ക് ഭഗവാനെ എപ്പോഴും പ്രാർത്ഥിക്കണം. ഏത് സമയത്തും എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാനിൽ അർപ്പിക്കുക. ഭഗവാനോട് എപ്പോഴും സംസാരിച്ചുകൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. നമ്മുടെ ജോലികൾ തന്നെ ആകട്ടെ, എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈശ്വരനുണ്ടെന്നുള്ളൊരു മനസ്സോടുകൂടി നമ്മൾ ആ കർമ്മം ചെയ്യുക. അപ്പോൾ അതെല്ലാം മനസ്സ് പരമാത്മയിലിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത കർമ്മത്തിനൊന്നും നമുക്ക് ഫലം കിട്ടത്തില്ല. കാരണം നമുക്ക് ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യാം. ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതെ എന്താ ആഗ്രഹം? ഭഗവാനിൽ തന്നെ മനസ്സർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഫലം നമുക്ക് വരത്തില്ല. അത് പാപമായാലും പുണ്യമായാലും നമ്മളതൊന്നും അറിയണ്ട. കർമ്മങ്ങൾ കൈകൊണ്ട് ചെയ്യുന്നു, ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കർമ്മത്തിൻ്റെ ഫലം വരത്തില്ല. കാരണം മനസ്സ് ചെയ്യുന്ന ജോലിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഫലം കിട്ടൂ. നമ്മുടെ മനസ്സ് എവിടെ ഇരിക്കണം? എന്തെങ്കിലും ചെയ്യുമ്പം ഇപ്പം അടുപ്പത്ത് തീ കത്തിച്ച് വെള്ളം അടുപ്പ് വെച്ച് അരി കഴുകിയിടുക. അപ്പോഴും ഓം നമശിവായ മന്ത്രം ചൊല്ലിയോ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമൻ ചൊല്ലി നിങ്ങൾ ആ ലയത്തിൽ പരമാത്മ ലയിച്ചും കൊണ്ട് ആ ഭഗവാൻ ആരാ? ഭഗവാൻ കൃഷ്ണൻ പരബ്രഹ്മമൂർത്തിയാണ്. ആ പരബ്രഹ്മത്തെ മനസ്സിലെത്തി ഓം നമോ നാരായണ എന്ന് പറഞ്ഞ് അരി കഴുകി നോക്ക്. ആ ആഹാരം എന്ത് കർമ്മോ ചെയ്യുക, നമുക്ക് വേണ്ടുന്ന എല്ലാ ജോലിയും ചെയ്യുമ്പം ഈ മനസ്സ് ഭഗവാനിലിരുന്നാൽ നമുക്ക് ഒരു ജോലിയുടെയും എന്താണ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. നമ്മളത് പാപമാണോ പുണ്യമാണോ ഫലം ആഗ്രഹിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അതാ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, നിങ്ങൾ ഫലം ആഗ്രഹിക്കേണ്ട, നിഷ്കാമമായി കർമ്മം ചെയ്യൂ. ആഗ്രഹം ഇല്ല, ഫലേച്ഛ കൂടാതെ അതും ഭഗവാൻ അർപ്പിച്ച് ചെയ്യൂ. ഇതെല്ലാം ഭഗവാന് പൂജയായിട്ട് ചെയ്യൂ. അരി കഴുകുമ്പോൾ ഭഗവാന് പൂജ, വെള്ളം അടുപ്പിൽ വയ്ക്കുമ്പോൾ ഭഗവാന്റെ പൂജ, അടുപ്പിൽ കത്തിക്കുമ്പോൾ ഗ്യാസ് കത്തിക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോഴും ഭഗവാന് പൂജയായിട്ട് അർപ്പിക്കൂ. അതൊരു മനമലരായിട്ട് നമ്മളെ ഹൃദയമാകുന്ന പുഷ്പം ഭഗവാനിൽ കൊടുക്കുമ്പോൾ അതിൽ പരം വേറെ ഒരു കർമ്മത്തിനും പ്രാധാന്യമില്ല. അത്രയാണ് നമ്മുടെ ഹൃദയശുദ്ധി. അതുകൊണ്ടാണ് പറയുന്നത് മക്കളെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് ധ്യാനിക്കാനിരിക്കുമ്പോൾ നമുക്ക് സമയ സന്ദർഭം അനുസരിച്ച് ഭഗവാനിൽ എപ്പോഴും മുഴുകിയിരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഭഗവാൻ പ്രകാശരൂപിയാണല്ലോ. പരമാത്മാവിൻ്റെ ആ തേജസ്, ആ പ്രകാശം നമ്മളിലേക്ക് ഉദിച്ചു വരും. അതുകൊണ്ടാണ് ഭക്തിപൂർവ്വം ഇരുന്ന് നാമം ചെല്ലുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് അനുഗ്രഹങ്ങളും കിട്ടും, പ്രത്യക്ഷമാവുകയും ചെയ്യും, ദർശനങ്ങളും പ്രകാശങ്ങളെല്ലാം കാണാം. അതുകൊണ്ട് ഇന്ന് ഒരുപാട് പേര് ധ്യാനിക്കാൻ പോകും. 100 പേര് ധ്യാനിക്കാൻ പോയാൽ ആവേശമുള്ളവർക്ക് മാത്രമേ ഈ ദർശനം കാണാൻ പറ്റൂ. കാരണം 100 പേർക്കും ആത്മീയമായ നല്ല വഴി, കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നന്മയെല്ലാം ആണെങ്കിൽ മാത്രമേ എല്ലാം ഒത്തിണങ്ങി വന്നെങ്കിലേ ഈശ്വരനെ അനുഗ്രഹവും ആ ദർശനം നമുക്ക് കാണാൻ പറ്റൂ. അല്ലാതിന് 100 പേർക്കും ഈ അനുഗ്രഹവും ദർശനം കിട്ടത്തില്ല.
ഇനി എവിടെ പോയാലും കിട്ടത്തില്ല, എത്ര മറിമായമായാലും കിട്ടത്തില്ല. ചിലപ്പോൾ ആ ഗുരുവിൻ്റെ ഒരു ശക്തി കൊണ്ട് ആ ഒരു നേരം കിട്ടിയാൽ അതുപോലെ പോകും. കാരണം നമ്മുടെ പ്രവൃത്തികളെല്ലാം എല്ലാ ചുറ്റുവട്ടങ്ങളും അതിനനുസരിച്ചുള്ള ഭഗവാൻ ഇഷ്ടമായ രീതിയിലുള്ള ജീവിത രീതിയാണെങ്കിൽ മാത്രമേ അത് നമുക്ക് കിട്ടൂ. അപ്പോഴാണ് ഇപ്പം 100 പേര് ധ്യാനിക്കാനിരുന്നാൽ ചിലപ്പോൾ അതിലൊരു 10 പേർക്കായിരിക്കും കിട്ടുന്നത്. അവരുടെ ഹൃദയശുദ്ധിയാണ്, അവരുടെ പ്രവൃത്തിയുടെ ഗുണമാണ്, അവർ നേരായ മാർഗമാണ് അവർ സ്വീകരിക്കുന്നത്. ഒരു എറുമ്പിനെ പോലും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തനം ദ്രോഹിക്കാതെയും എല്ലാം. അതുപോലെ തന്നെ ഈ ഒന്നിനെയും കൊന്ന് ഭഗവാൻ എന്താ ഗുരുദേവൻ പറഞ്ഞേക്കുന്നേ, ഒരു പീഡ എറുമ്പിന് വരുത്തിക്കൂടാ, ആരോടും ഒരു ദ്രോഹവും ചെയ്തുകൂടാ. പിന്നെ അന്യന് ഉപദ്രവം തട്ടാതെ വേണം നമ്മളെ കർമ്മം പോലും ചെയ്യാൻ. നമ്മളൊരു കർമ്മം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ഉപദ്രവം ആയിക്കൂടാ. അതിൻ്റെ ഉദാഹരണം ഇപ്പം നമുക്ക് അടുത്തൊരു വീട്ടിൽ വയ്യാതെയോ അല്ലെങ്കിൽ ആവുന്ന ഒരാളുടെ കേട്ടോ, നമ്മുടെ വീട്ടിൽ 8 നാട് പൊട്ടെ ഈ റേഡിയോയോ അല്ലെങ്കിൽ ടി വിയോ ഒച്ചപ്പാടില്ലെങ്കിൽ വെച്ചാൽ അയൽക്കാർക്ക് ദോഷമല്ലേ, അത് ഉപദ്രവമല്ലേ. നമുക്ക് അതൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. ചിലർ വിചാരിക്കും നമ്മുടെ വീട്ടിലല്ലേ ഇതൊക്കെ വെച്ച, പക്ഷേ അടുത്ത ഉള്ളവർക്ക് കൂടെ അത് കേൾക്കുമ്പോൾ അവർ അരോചകമാകരുത്. അതേ രീതിയിൽ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ അന്യൻ ഉപദ്രവം തട്ടാതെ നമ്മളെ കർമ്മം ചെയ്യണം. അങ്ങനെ എല്ലാം കൊണ്ടും ഈശ്വരന് ചേരുന്ന ഒരു വ്യക്തി, ഒരു ദൈവ പൈതലാകുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രകാശം, ഈശ്വരൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുന്നത്. അല്ലാതെ ഒരിക്കലും എത്രയൊക്കെ ഇനി കുച്ചുമുത്തി മറിഞ്ഞാലും കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ പിന്നെ എന്നാൽ പിന്നെ ഈശ്വരൻ ലോകത്ത് ഇല്ലാതിരിക്കണം. ഈശ്വരന് ഒരു നിഷ്ഠയുണ്ട്, അങ്ങനെ ആയിത്തീരുമ്പോഴാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും ഭക്തിപൂർവ്വം നമ്മുടെ കർമ്മങ്ങൾ ഭഗവാനോട് ലയിച്ച് പ്രാർത്ഥിച്ച് ചെയ്യൂ. നമുക്ക് അങ്ങനെ ഇന്നത്തെ മക്കളുടെ പേരുകൾ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. രുക്മിണി മോഹൻ, നിർമ്മല പവിത്രൻ, ബിജു, രാധാ ശിവാനന്ദൻ, ജയ അനിൽ. മക്കളെ, എൻ്റെ പേര് രത്നം എന്ന് മക്കൾ പറയും. എൻ്റെ പേര് രത്നഭായി എന്നാ, എൻ്റെ അച്ഛൻ രത്നം എന്നുള്ള വെച്ച് ഇട്ടതായിരിക്കും ആ പേര്. അത് മോൾക്ക് അറിയാമായിരുന്നു എനിക്കറിയാം. മോൾ പറഞ്ഞില്ലയോ അമ്മ ഞങ്ങളുടെ രത്നമാണെന്ന്. പേരും അങ്ങനെ തന്നെ മക്കളെ. അതുകൊണ്ട് ഗീതാ നായർ. അതുപോലെ തന്നെ ഭക്തി കൂടുമ്പം കണ്ണുനീരൊന്നും അത് ഏങ്ങിയൊരു നിലവിളി ആവണം മക്കളെ. ഈ കണ്ണുനീരൊക്കെ ആദ്യത്തെ 1-ാം ക്ലാസ്സൊക്കെ ആകുന്നുള്ളൂ. 1-ാം ക്ലാസ്സോ അല്ലെങ്കിൽ LKG UKG. അത് കഴിയുമ്പോൾ ഒരു എടുത്തുകോട്ടൊക്കെ ഉണ്ട്. അതങ്ങനെ ആയി വരണം. അത് ഭക്തി കൂടി വരുമ്പോൾ ആ വെപ്രാളം വരും. ഉള്ളിലെ അതിഭയങ്കരമായ വേദന, വിഷമങ്ങൾ, ദുഃഖ സങ്കടങ്ങൾ വരുമ്പോൾ ഏങ്ങി കരയുന്നു. വല്ലാത്തൊരു ഏങ്ങല. എന്തോ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഒരു സങ്കടപ്പെട്ടൊരു ഏങ്ങലുണ്ടല്ലോ. ആ ഏങ്ങൽ നമ്മൾ പൊടി കുഞ്ഞു കിടന്ന് ഏങ്ങും. അതാണ് ഭഗവാൻ. അവിടം വരെ ഭഗവാൻ കാത്തിരിക്കും. അത് വന്നേ നമുക്ക് ആ ഭഗവാന്റെ കൃപ. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ പറയുന്നില്ലേ, എനിക്ക് സന്തോഷമുണ്ട്, കണ്ണുനീര് വരും. ഇതൊക്കെ ആദ്യ ചുവടുകളാണ്. ഒത്തിരിയൂടെ അങ്ങോട്ട് വളർന്ന് വരട്ടെ, ഭക്തി വർദ്ധിക്കട്ടെ, ഏങ്ങി കരയുക. എല്ലാ ഭക്തമക്കൾക്കും ആനന്ദം അറിയട്ടെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ ഇനി ഗീതാ നായർ, പ്രസന്ന, നിർമ്മല രമേഷ്, സലിനമ്മ നമ്പർ കിട്ടിയോ എന്ന് ചോദിച്ചതാ. മക്കൾ പറഞ്ഞല്ലോ, ഞാൻ നമ്പർ ഇന്നലെ ഇട്ടല്ലോ, എന്നിട്ടൊന്നും അഭിപ്രായങ്ങളോ ഒന്നും കണ്ടില്ലല്ലോ. ജയശ്രീ ബാബു, ജഗതമ്മ, ശ്രീല, പ്രദീപ് ഏതാന്ന് എനിക്ക് അറിയാൻ വയ്യ. ആദ്യമായിട്ടുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു. എല്ലാവരെയും ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും. അതുപോലെ തന്നെ പ്രസന്ന, നിർമ്മല പത്രം, ചില മക്കൾക്കൊക്കെ നിർമ്മല പത്രം നല്ല സുഖമായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പ്രസന്ന മകൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ചിലപ്പം വയ്യായ്ക ഉണ്ട്. അവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുപോലെ ആരെല്ലാം ഉണ്ട് കമൻസ് ചെയ്യാത്ത മക്കളുണ്ടല്ലോ, എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം കൊടുക്കണം. എല്ലാ അസുഖങ്ങളും മാറണം. ആർക്ക് അസുഖം ഉണ്ടെങ്കിലും നല്ല ഒരു സുഖമുള്ള ശരീരം ഉണ്ടാകണം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും കമൻസ് ചെയ്യണം. അവരുടെ അഭിപ്രായങ്ങൾ എനിക്ക് അറിയണം. അതുപോലെ തന്നെ നിർമ്മല പവിത്രനും നല്ല അഭിപ്രായങ്ങളാണ്. ഞാനുണ്ടമ്മേ കൂടെ, ജഗതമ്മയും പറയുന്നു ഞാനുണ്ടമ്മേ കൂടെ, വിജയ് എല്ലാവരും ഇങ്ങനെ നല്ല അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അഭിപ്രായം കൂടിരുന്നാൽ പോരാ മക്കളെ, എല്ലാവരും ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് വേണം അവരവർ കണ്ടെത്തണം. അതാണ് വേണ്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മനഃശുദ്ധി കിട്ടുന്ന ഒരു നാമം, ശ്രീകൃഷ്ണനാമം ജപി മനമേ, ശ്രീകൃഷ്ണനാമം ജപി മനമേ, ജപി മനമേ നാമം ജപി മനമേ, ശ്രീകൃഷ്ണനാമം ജപി മനമേ.
മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. ശ്രീകൃഷ്ണനാമം ജപി മനമേ. ജപി മനമേ നാമം ജപി മനമേ. ജപി മനമേ നാമം ജപി മനമേ. ശ്രീരാമനാമം ശ്രീകൃഷ്ണനാമം ജപി മനമേ. ജപി മനമേ നാമം ജപി മനമേ. ഹരിനാമകീർത്തനം ജപി മനമേ. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. മാനസം ശുദ്ധി വരും, കാമക്രോധങ്ങൾ നീങ്ങും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. കാമക്രോധങ്ങൾ നീങ്ങും, ഭക്തിയും താനേ വരും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ഭക്തിയും താനേ വരും, ചിത്തവും ഒടുങ്ങിയിടും. ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. ചിത്തവും ഒടുങ്ങിയിടും പരം തങ്കലേ. നമുക്ക് പ്രാർത്ഥന അങ്ങേറ്റമായി ലയിക്കുമ്പോൾ നമ്മുടെ ചിത്തം മനസ്സ് ആ മനസ്സ് ഭഗവാങ്കൽ പരബ്രഹ്മത്തിൽ ലയിക്കും. അത് ഒടുങ്ങുക എന്ന് വെച്ചാൽ നമ്മൾ പുറമേ മനസ്സ് എങ്ങോട്ടും പോകത്തില്ല, ഉള്ളത്തിൽ പരമാത്മാവിൽ ലയിച്ചിരിക്കും. അങ്ങനെയാണ് നമുക്ക് മനഃശുദ്ധിയൊക്കെ വരണം. എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ച് വരുമ്പോൾ നമ്മൾ വേണ്ടാത്ത ചിന്തയ്ക്ക് പോകത്തില്ല. വേണ്ടാത്ത കാമം, ക്രോധം ഇങ്ങനെയുള്ള ചിന്തകൾക്ക് പോകാൻ ദൈവം ഇടവരുത്തത്തുമില്ല. അഥവാ ഒന്ന് അങ്ങനെ സംഭവിച്ചാൽ പോലും അത് നമുക്ക് അത് പോകെ അതെല്ലാം മാറി കിട്ടും. ആദ്യം ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയെന്നിരിക്കാം, മനസ്സിൻ്റെ ശുദ്ധി വരുവോളം. അത് മാറി മാറി യഥാർത്ഥമായി ചിത്തത്തെ നന്നായി വധിച്ച്, അതായത് ഭഗവാൻ തന്നെ ഒടുങ്ങുക, ലയിക്കുക, അതാണ് രമിക്കുക. ഈ ഗോപസ്ത്രീകൾ എങ്ങനെയാണ് ഭഗവാനെ അവസാനം ഭക്തി കൊണ്ട് രമിച്ചത്? ഭഗവാൻ മറഞ്ഞു നിന്ന്, കാരണം മതം അവർക്ക് വന്ന്. ഭഗവാൻ ഞങ്ങൾക്ക് വശനായി, കാരണം ഭഗവാൻ സാധാരണക്കാരനാണോ? പരമാത്മാവല്ലേ, പരബ്രഹ്മമൂർത്തിയല്ലേ കൃഷ്ണൻ. സാധാരണ ഒരു മനുഷ്യപുത്രനാണോ? അവർക്ക് അഹങ്കാരം വന്ന് ഞാൻ സുന്ദരിയാണ്, എന്നെ എടുത്തോ അല്ലെങ്കിൽ മറ്റേതാ മറിച്ച് എന്ന് പറയാൻ ഇവിടെ ലോകത്തിലെ വല്ല കാമുകനായിട്ട് നിൽക്കുന്ന ഒരു പുരുഷനാണോ? ഈശ്വരൻ പരബ്രഹ്മമൂർത്തിയല്ലേ. ആ ഭഗവാനോട് നമുക്കളോട് അത്രമാത്രം ഭഗവാൻ ഒരു ദാസനെ പോലെ നമുക്ക് എല്ലാം ഒത്തു നിൽക്കുവാൻ നമ്മൾ അവിടെ എന്ത് വേണം? നമ്മൾ അത്രത്തോളം ഭഗവാനെ ഭക്തിയും ബഹുമാനവും സ്നേഹവും പ്രേമമാകുന്ന ഭക്തിയിൽ അവിടെ നമ്മളവിടെ ഒന്നും അല്ലാതെ അങ്ങ് ആയിത്തീരുകയാണ് വേണ്ട. നമ്മളവിടെ ഒന്നും അല്ല. അപ്പോഴാണ് ഭഗവാൻ അത്രയും സന്തോഷം വരുന്നത്. അല്ലാതെ ഞാൻ കേമിയാണ്, എനിക്ക് സുന്ദരിയാണ്, എന്നിൽ ഭഗവാൻ വശനായി എന്ന് കാണിച്ച അഹങ്കാരമല്ലേ. അവരുടെ അഹങ്കാരം പോയി ഭക്തി വർദ്ധിച്ചപ്പോഴാണ് ഭഗവാനുടെ പ്രത്യക്ഷമായത്. അത് നമ്മളെപ്പോഴും ഓർമ്മ വേണം. അപ്പം നമ്മൾ ആരോടും ഗമ കാണിക്കേണ്ട, അഹങ്കരിക്കേണ്ട. നമുക്ക് ഈശ്വരനോട് കാണിക്കുന്നത് ഈ മറ്റുള്ളവരോട് കാണിക്കുന്നതാണ്. ഈശ്വരൻ പ്രത്യക്ഷമായി വന്ന് നമുക്ക് ഞാൻ ഈശ്വരനോടൊന്നും കാണിക്കുന്നില്ല, ഞാൻ എപ്പോഴും ഭക്തിയായിട്ട് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങളോടോ അല്ലെങ്കിൽ ഒരു മൃഗത്തിനോട് തന്നെ ആകട്ടെ, എല്ലാവരിലും നമ്മൾ എളിമയാകണം. ഒരു മൃഗത്തിനോടും ചെയ്യേണ്ടതേ ചെയ്യാവൂ. അതിന് കൊടുക്കേണ്ടത് കൊടുക്കണം, അതിനെ സ്നേഹിക്കണം. അല്ലാതെ ചിലർ മൃഗമാണെന്ന് കരുതി തല്ലുകയും അതിന് വേണ്ടാത്ത കൃത്യങ്ങൾ എല്ലാം ചെയ്യും, കൊന്ന് തിന്നുക, അതൊക്കെ ചെയ്താൽ ഈശ്വരൻ അനുകൂലിക്കൂ? നമ്മൾ എത്രമാത്രം നമ്മുടെ ഹൃദയം വെടുപ്പായി വന്നെങ്കിൽ മാത്രമല്ലേ ഈശ്വരൻ്റെ കൃപ വരത്തുള്ളൂ. ഭഗവാൻ എന്താണോ അത് നമ്മളായി തീരുമ്പോഴാണ്, അപ്പോഴാണ് അഹം ബ്രഹ്മാസ്മിയായി മാറുന്നത്. അതുകൊണ്ട് കാമക്രോധങ്ങളൊക്കെ നീങ്ങുന്ന മനഃശുദ്ധിയൊക്കെ വരണമെങ്കിൽ നന്നായി ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയിൽ ഭഗവാനും ആ പ്രാർത്ഥനയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ എന്തും ഈശ്വരന് ചേരുന്ന പ്രവൃത്തി ആകാവൂ.
അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എല്ലാം ഈശ്വരന് എല്ലാം നമ്മളെ ഓർക്കുമ്പോൾ ഭഗവാൻ ഇത് എൻ്റെ കുട്ടിയാണ്, എൻ്റെ യഥാർത്ഥ ഒരു ഭക്തനോ ഒരു ഭക്തയാണെന്ന് ഭഗവാൻ തീരുമാനിക്കും. അങ്ങനെ ആയിത്തീരാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇങ്ങനെ ഇത് പിന്നെ ഭാഗവതം നോക്കാം. ഇന്ന് ഒരു നാമമേ ചൊല്ലുള്ളൂ, കുറേ പറഞ്ഞതുകൊണ്ട്. നമ്മൾ ഇന്നലെ രാസകളിൽ പഠിച്ചത് നിർമ്മലാ പവിത്രം പറഞ്ഞു. അമ്മയെ നന്നായി മനസ്സിലായി, ഒരു നല്ലതായിട്ട്. കാരണം ചിലർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണാനും സാധ്യതയില്ല, ചിലർക്ക് മനസ്സിലാവും. എല്ലാവർക്കും ഒരേ അളവല്ലല്ലോ. അതുകൊണ്ടാണ്. എന്താണെന്നറിയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഭഗവാൻ വസിക്കുവാണെങ്കിൽ, അപ്പോൾ എനിക്കിതൊന്നും ആരും പറഞ്ഞതെന്നല്ല. ഇന്ന് ഞാനിതെല്ലാം എനിക്ക് എന്നൊക്കെ മക്കൾക്ക് പറഞ്ഞു തരുന്നു. എനിക്ക് ആരും പറഞ്ഞു തന്നില്ല. എൻ്റെ ഭഗവാൻ എനിക്ക് എൻ്റെ ഉള്ളത്തിലിരുന്ന് ഇതൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കി തരുന്നതാണ്. അല്ലെങ്കിൽ ഞാനും നിങ്ങളെപ്പോലൊരു ഒന്നും വിദ്യാഭ്യാസം പോലും വളരെ കുറവാണ്. അപ്പോൾ അപ്പോൾ അതുപോലെ എല്ലാവരും ആകുമ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലും ഇതുപോലെ വരും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്, കാരണം ഇവിടെ ഓരോ അവരുടെ സംശയം ഭഗവാനോട് ചോദിക്കുന്നു, അത് ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുവാണ്. ചിലർക്ക് മനസ്സിലായില്ലെങ്കിൽ, കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടി അത് ഉള്ളിൽ അത്രത്തോളം വരണം. അതുകൊണ്ടാണ്. ചിലർക്കത് മനസ്സിലായി കാണത്തില്ല. ഞാനിങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നതാണല്ലോ. അപ്പോഴെന്താ ഇവിടെ അവർ പറയുന്നത്, ചോദിച്ചത്, സുന്ദരിമാരുടെ വാക്ക് കേട്ട് ഭഗവാൻ മന്ദഹാസേനെ ചൊല്ലിയിടുന്നത്. എന്താ അവർ ചോദിച്ചത്? തന്നെ ഭജിക്കിൽ ഇങ്ങോട്ട് ഭജിക്ക ഇല്ല ഇങ്ങനെ നീ എന്ന പോലെ ഈ 3 വിധമുണ്ട്. അതായത് ആദ്യമേ തന്നെ ഭജിപ്പവരെ താൻ ഭജിച്ചിടും. കാരണം ഇന്ന് നമ്മൾ അങ്ങോട്ടൊരാൾ ഒരു കാര്യം ചെയ്താൽ അവരും തിരിച്ച് ഇങ്ങോട്ട് ചെയ്യും. അതൊരവസ്ഥ. അത് ലോക സ്വഭാവം ഇന്ന് അങ്ങനെയാണ്. എൻ്റെ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ നമുക്കൊരു ഇപ്പോൾ അതിന് ഉദാഹരണം വേറൊന്നും വേണ്ട. കല്യാണം തന്നെ ആവട്ടെ, നമ്മളിന്ന് ഒരു 501 രൂപ കൊണ്ടതിന് കല്യാണം കൊടുത്താൽ അവരും തിരിച്ച് അതുപോലെ കൊണ്ടുതരും. അപ്പോൾ മനസ്സിലായേ? ഇതുപോലെയാണ് നമ്മുടെ അയൽക്കാരായാലും ചിലർ അങ്ങനെയാണ്. പിന്നെ വെറും ഒട്ടും നിവൃത്തി ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ തിരിച്ച് വാങ്ങിക്കാനല്ലല്ലോ കൊടുക്കുക. കാരണം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അവരുടെ ഇല്ലായ്മയിലാണല്ലോ ചില മക്കൾ കൊടുക്കുമല്ലോ. അവർക്ക് തിരിച്ചറിയാൻ കെൽപ്പില്ലെങ്കിൽ അത് വേറൊരു ഐറ്റം. അതും പറയുന്നുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ചെയ്യുന്നത് മാനം ഓർത്ത് എനിക്ക് ഇത്രയും അവർക്കുണ്ട്, അവർക്കും കൊടുക്കണം. ഇതൊരു അതാണ് ഒരവസ്ഥ. അതുപോലെ പിന്നെന്താ പിന്നെ തന്നെ ഭജിക്കായെങ്കിൽ നന്ദിച്ച് സേവിക്കും. ആരെയും ഒന്നും ഒരു നല്ലൊരു യഥാർത്ഥ ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു സ്ത്രീയോ പുരുഷനാണെങ്കിൽ, അവരെ ആരും ഒന്നും ഗുണങ്ങൾ ചെയ്തില്ലേലും അവരുടെ നന്മ കൊണ്ട് അവരെല്ലാവർക്കും എല്ലാം ചെയ്യും. അതാണ്. ആരും അങ്ങോട്ട് ചെയ്തില്ലെങ്കിലും അവർ നന്ദിച്ച് സേവിക്കും, ഇങ്ങോട്ട് ചെയ്യും. അവർക്ക് ആരുടെയും ഒന്നും വേണ്ട, എന്നാലും എല്ലാവർക്കും സഹായം ചെയ്യും. അതാണ്. അപ്പം തന്നെ ഭജിക്കായെങ്കിൽ നന്ദിച്ച് സേവിക്കാം. 2 വിധം. അപ്പം മനസ്സിലായി. ഒരാളാണെങ്കിൽ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ചെയ്യും. അത് ചിലരുടെ ഗുണം. ചിലരെങ്ങനെ അങ്ങോട്ടൊന്നും വേണ്ട, ഇങ്ങോട്ട് ചെയ്തു തരും. അതൊരു നല്ലൊരു മനുഷ്യൻ്റെ ഒരു ഗുണമാണ്. ഒന്നും ആരുടെയും ആഗ്രഹിക്കുന്നില്ല, ആരുടെയും ഒന്നും വേണ്ട, പക്ഷെ എല്ലാവർക്കും കൊടുക്കും. അതാണ് തന്നെ തന്നെ ഭജിക്കായെങ്കിൽ നന്ദിച്ച് സേവിക്കും, കൊടുക്കും. അങ്ങോട്ടും ഒരു വിധം പിന്നെയും ഉണ്ടല്ലോ. അപ്പം അങ്ങനെ 2ആയി. തന്നെ ഭജിക്കിൽ ഇങ്ങോട്ട് ഭജിക്ക ഇല്ല എന്ന പോലെ 3 വിധം. അപ്പം എത്രത്തോളം നമ്മൾ ഒരാളെ അങ്ങോട്ട് കൊടുത്താലും തിരിച്ചിങ്ങോട്ട് ഒരു സഹായവും ചെയ്യത്തില്ല. ഒന്ന് നോട്ടം പോലും കാണാതെ എല്ലാം മേടിച്ച് വച്ചോളും, പക്ഷേ തിരിച്ച് ഒന്നും ചെയ്യത്തില്ല, ഒരു ഉപകാരവും ചെയ്യത്തില്ല. അങ്ങനെ അതാ തന്നെ ഭജിക്കിൽ ഇങ്ങോട്ട് തിരിച്ചൊന്നും ഭജിക്കയില്ല ഇങ്ങനെ എന്ന പോലെ 3 വിധമാണ് ഭഗവാനോട് ചോദിച്ചത്. ഇത്തരമുള്ള ഒരു ഉത്തമം ഏതെന്ന്? ഈ 3 അവസ്ഥയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ചെയ്യുന്നവരുണ്ട്, ആരുടെയും വേണ്ടാതെ എല്ലാവർക്കും കൊടുക്കുന്നവരുണ്ട്. പിന്നെയോ എത്ര അങ്ങോട്ട് മേടിച്ചാലും ഇങ്ങോട്ടൊന്നും ചെയ്യാത്തവരുണ്ട്. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ 3 തരമുണ്ട്. ഇത് 1, 2, 3 പ്രാവശ്യം അത് വായിക്കുകയൊക്കെ ചെയ്തേ മനസ്സിലാവും, ഓർമ്മ നിൽക്കത്തുള്ളൂ മക്കളെ. അത് പുതുമയായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അത് പതുക്കെ നിങ്ങൾ എപ്പോഴും വായിച്ച് ഉള്ളിലാക്കണം, മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള 3 അവസ്ഥയിൽ ഇത്തരമുള്ളതിൽ ഉത്തമം ഏതാണ് ഭഗവാനെ കൃഷ്ണ? ഇതിന് നന്മയുള്ളത് ഏതാ എന്ന് ചോദിക്കുക. ഉത്തമനാം ഭഗവാൻ ഒന്നരുളണം. ഇതിൻ്റെ ഭഗവാൻ ഉത്തമനായ കൃഷ്ണനല്ലേ? അതൊന്ന് പറഞ്ഞു തരൂ. സുന്ദരിമാർ വാക്കു കേട്ടു മുകുന്ദനും മന്ദഹാസേന ചൊല്ലിടി ഞാനിത്തരം. ഇത് നമ്മൾ വായിച്ചതാണ്.
എന്തോ മനസ്സിലാകാത്ത മക്കളുണ്ടെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ അവർ കമൻസ് ചെയ്തേനെ. അതുകൊണ്ട് ഒന്നും കൂടെ ആവർത്തിക്കുക. എനിക്ക് എൻ്റെ മക്കൾ നന്നാവണം, അറിയണം, എല്ലാം എൻ്റെ എന്തെങ്കിലും ഇത് ഞാൻ മനസ്സിലാക്കി പറഞ്ഞ നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെച്ചതല്ല മക്കളെ. ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാനിത് വായിച്ചെങ്കിൽ അതിൻ്റെ മനസ്സിലേ ഇല്ല. വായിച്ചു എന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്, എങ്കിലും നമ്മൾ അന്നന്ന് നിത്യമേ ചെയ്യാത്തതുകൊണ്ട് അതങ്ങ് മറന്നു പോകും. ഇപ്പോൾ അത് വീണ്ടും ആവർത്തിച്ച് വായിച്ചപ്പോൾ മനസ്സിൽ ഓർമ്മ വന്ന് അത് നമ്മൾ വീണ്ടും 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 ആവർത്തിക്കുകയാണെങ്കിൽ മാത്രമേ മനസ്സിലങ്ങ് കടന്നു കൂടൂ, ഇല്ലെങ്കിൽ അതങ്ങ് മറന്നു പോകും. ഞാനങ്ങനെ മറന്നു പോയിട്ട് ഇപ്പോൾ എടുത്തപ്പം ഇന്നലെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇന്നൊന്നും കൂടെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇട്ട് തരുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു, അവരുടെ വാക്ക് കേട്ടപ്പം ഒന്ന് ഭഗവാൻ ഇത് നമ്മളെപ്പോഴും ഓർമ്മിരിക്കണം. ഈ പറയുന്നത് തങ്ങൾക്കുള്ള കാര്യാർത്ഥമായ അവർ തങ്ങൾ പരസ്പരം സേവിക്കും ഓർക്കണം. അങ്ങനെ ഉള്ളവരോടുള്ള സഖ്യവും എന്നും അരുതത് നിർണയിച്ചിടുവിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് തങ്ങൾക്കുള്ള കാര്യാർത്ഥമായി എനിക്കൊന്നൊരു ഉപകാരം ചെയ്യുമ്പോൾ ഞാൻ ഒരു ഉപകാരം അങ്ങോട്ട് തിരിച്ചും ചെയ്യുന്നു. വീണ്ടും എന്തെങ്കിലും കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കും. അതെന്താ, അത് പരസ്പരം സേവിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അയലൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളാകുമ്പം ഒരു ഉപകാരം ഇങ്ങോട്ട് ചെയ്യും, ഞാൻ അങ്ങനെ അങ്ങോട്ടൊരു ഉപകാരം ചെയ്യും. ഇതെന്നാലോ അങ്ങനെ ഉള്ളവരുള്ള സഖ്യം സത്യത്തിൽ അത് എന്നും അത് നോക്കിയിരിക്കരുത്. അത് അരുതാണ്, എന്നും അത് തെറ്റാണ്. അങ്ങനെ നിർണയിച്ചിരിക്കരുത്. എനിക്കെന്നും ഉപകാരം കിട്ടും എന്ന് ചിന്തിച്ച് അത് കാത്തുകെട്ടി കിടക്കരുത്. കാരണം തന്നെ ഭജിക്കയിൽ ആരും എന്നാകിലും നന്നായി അതിൻ്റെ അർത്ഥം ഞാൻ പറയട്ടെ. അപ്പം എന്താ അതിൻ്റെ കാരണം? ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ഇങ്ങനെ പരസ്പരം സേവിക്കുന്നവർ നിന്ന നിലയിൽ പിന്മാറുന്നവർ കാണും. കാരണം ഉള്ളം പരമാത്മാവ് ലയിച്ചൊരു ഭക്തിയായിട്ടുള്ള ചെയ്യുവാനല്ലത്. എന്തെങ്കിലും ഒരു അയൽക്കാരെന്നുള്ള രീതിയിൽ നമുക്ക് ഇന്നപോലെ ഒരു സഹായം ചെയ്തവരല്ലേ, നമുക്കും ഒന്ന് ചെയ്യണം. അത് ആത്മാർത്ഥ ഉള്ളത്തിൽ ഈശ്വരനെ ചിന്തിച്ചുള്ള ചിന്ത ചെയ്യുവാനല്ല. അവർക്ക് എപ്പോഴും അത് മാറ്റി പിടിക്കാം. എങ്ങനെയാ, ഇന്നിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചെയ്യാതെ ഇപ്പം നമുക്ക് വേറൊരു ദുഃഖങ്ങൾ വന്ന് ചിലപ്പോൾ അവർ ചെയ്തില്ലെന്നിരിക്കും, എന്തെങ്കിലും മൂക്കിക്കറിവ് കണ്ടെന്നിരിക്കും. കാരണം എന്താ, ഒരു ഭക്തനാവാത്തതുകൊണ്ട്. യഥാർത്ഥ ഒരു ദൈവ പൈതലാണെങ്കിൽ ആരെന്ത് ദ്രോഹം ചെയ്താലും അവരുടെ ഉള്ളത്തിലിരിക്കത്തില്ല, അവരുടെ മനസ്സിൽ നിന്നൊക്കെ പക വെക്കത്തില്ല. തങ്ങളിപ്പോൾ അടി കൂടിയോ വഴക്കൂടി ചെയ്തിരിക്കട്ടെ, പക്ഷേ ഒരു യഥാർത്ഥ ജ്ഞാനി അപ്പോഴേ അതങ്ങ് കളയും. തെറ്റെന്ന് പറയുകയും ചെയ്താലും അപ്പോഴേ അങ്ങ് കളഞ്ഞിട്ട് വൈരാഗ്യം ഉള്ളത്തിൽ കാണത്തില്ല. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നവരുടെ ഉള്ളത്തിൽ അങ്ങനെ ഇല്ലെങ്കിൽ അത് നേരെ തിരിച്ചല്ലേ. പകരം ചെയ്തുകൊണ്ടിരിക്കുന്നവർ അങ്ങോട്ടും ചെയ്യുമ്പോൾ എപ്പോഴും തെറ്റിപ്പോവാം. അവർ ചിലപ്പോൾ സ്ഥലം വിട്ട് പോയെന്നിരിക്കാം, നമുക്ക് അപ്പോൾ അത് നോക്കിയിരിക്കരുത്. അങ്ങനെയും വരാം, അവർ മാറി താമസിക്കും. അതുമല്ല, എന്തെങ്കിലും ഒരു മൂക്കിക്കറി വന്നാൽ തിരിച്ച് അത് ഇല്ലാതെയും വരും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്നും അരുത്, അത് നിർണയിച്ചിടുവാൻ എന്നും അത് പാടില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കണ്ട. തന്നെ ഭജിക്കയിൽ ആരുമെന്നാകിലും നന്നായി ഭജിക്കും. അങ്ങോട്ട് കൃപാത്മാക്കൾ ഒരു യഥാർത്ഥ ഒരു സന്യാസി, ഒരു നല്ലൊരു ഉത്തമനായ ഒരു ഭക്തനാണെങ്കിൽ എന്ത് ചെയ്യും, അങ്ങോട്ട് ഒന്നും ചെയ്തില്ല, ഇങ്ങോട്ടെല്ലാം ചെയ്യും. കൃപാത്മാക്കൾ അങ്ങനെ ഇങ്ങോട്ട് ചെയ്യുമെന്നല്ല, അവർക്ക് ഇങ്ങോട്ട് ഒന്നും ചെയ്യട്ടെ. പക്ഷേ അവരുടെ ഹൃദയം അത്രമാത്രം വിശാലത, അവരെല്ലാവർക്കും എന്തും ചെയ്തുകൊണ്ടിരിക്കും. കൃപാത്മാക്കൾ അങ്ങനെയാണ്. അപ്പോൾ അത് മനസ്സിലായേ? പാരിൽ അങ്ങനെ ഉള്ളവരടുത്ത് ജനത്തിന് അവരോട് സഖ്യവും നേരായത് അങ്ങേറെ നന്ന് ധരിച്ചാലും അങ്ങനെയുള്ളൊരു കൃപാത്മാവിനോട് എല്ലാവർക്കും പ്രത്യേകത കാണും. ഇന്ന് മഹാത്മാക്കൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും അവരുടെ ഒക്കെ ചെന്ന് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാനും അവരോട് സഖ്യം ചെയ്തിട്ട് അവരുടെ അറിവ് നേടാനും എന്തെല്ലാം കാര്യത്തിൽ ഓടിക്കൂടുന്ന ഭക്തന്മാർ. അയ്യോ ഇന്നടത്ത് ഇന്നാരോ, അവരുടെ ഒരു വാക്ക് കേട്ടാൽ മതി, നമുക്ക് സജ്ജന സംസർഗം കിട്ടും, അവരുടെ എല്ലാ അറിവ് നമുക്ക് കിട്ടും. അങ്ങനെ ഒത്തുചേരും പാരിൽ മനുഷ്യർ ജനത്തിന് അവരോട് ഇങ്ങനെയുള്ള കൃപാത്മാക്കളോട് സഖ്യവും നേരായതങ്ങ് ഏറെ നന്ന് ധരിച്ചാൽ അത് നേരായ മാർഗമാണ്. അത് ഏറ്റവും അങ്ങനെ സംഭവിക്കാതെ മനസ്സിലാക്കൂ. പിന്നെ അടുത്ത ജ്ഞാന സമരസ സത്തുക്കൾ ആരെയും മാനസേ സേവിക്കയില്ലെന്നങ്ങ് ഇരിക്കലും. ജ്ഞാന സമരസ സത്തുക്കൾ നന്മയുള്ളവരാണ്. പക്ഷേ അവർക്ക് ദുഃഖത്തിൽ അവർ ഒത്തിരികൂടെ കടന്ന് മുന്നോട്ട് പോയവരാ. എല്ലാ ദുഃഖത്തിലും സുഖത്തിലും അവർക്ക് സമചിത്തതയാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞത് എൻ്റെ അവസ്ഥ ഇപ്പം അങ്ങനെ മാറിയെന്ന്. ഒരാളെ ദുഃഖം കണ്ടാൽ ഇപ്പോൾ എനിക്കൊന്നും തോന്നാറില്ല, പിന്നെ ഒരാൾ കരഞ്ഞാലും ഒന്നും തോന്നാറില്ല. എന്താ കാരണം? നമ്മൾ 1-ാം ക്ലാസ്സിൽ നിന്ന് 2-ൽ കയറി 3-ൽ കയറി ഇങ്ങനെ പഠിച്ചാൽ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് മുമ്പ് എനിക്ക് കുറേ നാളിന് മുമ്പ് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. ആര് ദുഃഖിച്ചാലും അത് എൻ്റെ ദുഃഖം, ഞാൻ വിഷമിക്കും. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഇല്ല. ഞാൻ അറിയാതെ അങ്ങ് സംഭവിച്ചത്, ഞാൻ അറിഞ്ഞൊന്നും വരുന്നില്ല, അതെല്ലാം സംഭവിച്ചു വരുന്നതാണ്. സംഭവാമി യുഗേ യുഗേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് ഓരോ അളവ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. കാരണം ഈശ്വരനറിയാം നമുക്ക് 2-ാം ക്ലാസ്സിൽ നിന്ന് 3-ാം ക്ലാസ്സിൽ കയറാൻ യോഗ്യത ഉണ്ടോ എന്ന് ഭഗവാൻ പരീക്ഷിക്കുമ്പോൾ കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജയിച്ച് 4-ലോട്ടോ 5-ലോട്ടോ കയറാം.
അങ്ങനെ സംഭവിച്ചതാ, ഞാൻ അറിഞ്ഞൊന്നും വന്നതല്ല. ഇപ്പം എനിക്ക് ആരെന്ത് ഇപ്പം എൻ്റെ ഉടയവരാരും ആസ്പത്രി കിടന്നു വെച്ചാൽ എനിക്കൊന്നുമില്ല, യാതൊന്നും എന്ന് വെച്ചാൽ ദുഃഖത്തിലും സുഖത്തിലും സമചിത്തത. ദുഃഖം വന്നാലും സുഖം വന്നാലും സമചിത്തത. അതുകൊണ്ട് ആൾ തെറ്റെന്നല്ല എൻ്റെ അർത്ഥം. കാരണം സമരസ സത്തുകൾ, ജ്ഞാനം അറിവുകൊണ്ട് നേടി ആ ഒരു ലെവലെത്തുമ്പോൾ അവർ അങ്ങനെയുള്ള സത്തുക്കളാണ്. അവർ മനസ്സേ സേവിക്കയില്ലെന്നങ്ങ് ഇരിക്കില്ല. കാരണം അവർക്കുള്ള മനസ്സിൽ ഇതൊന്നും ഇല്ല. ദുഃഖം എന്താണെന്ന് അറിയാൻ വയ്യ, സുഖം എന്താണെന്ന് അറിയാൻ വയ്യ, അവരുടെ ശരീരത്തിന് സുഖം എന്താ ദുഃഖം എന്ന് അവർക്കൊന്നും അറിയാൻ വയ്യ. എല്ലാവരും സമചിത്തതയായി കഴിഞ്ഞവർക്ക് ഒന്നും അറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഒന്നിലും ആരെയും സേവിക്കയില്ല എന്നങ്ങ് ഇരിക്കലും. ചിലപ്പോൾ ചെയ്തെന്നിരിക്കും, ചിലപ്പോൾ അവരുടെ മനസ്സിലൊന്നും കയറത്തില്ല. ആരും ദുഃഖിക്കുന്നവരുടെ മനസ്സിൽ ചിന്ത വരത്തില്ല. ഒരാൾ കണ്ടുകൊണ്ടിരുന്നാലും ഇന്നർക്ക് ദുഃഖമാണ് നമ്മൾ കണ്ടുകൊണ്ട് ഇതാൽ അവിടെ ഇന്ദ്രിയങ്ങൾ അടങ്ങി വരെ അവർ ചിന്തിക്കത്തില്ല. അവിടെ അല്ലെങ്കിൽ ഉണർത്തി പറഞ്ഞാണ്ട് ഇന്നർക്ക് വയ്യ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അല്ലാതെ നമുക്ക് ശ്രദ്ധ വരത്തില്ല. നമ്മുടെ ശ്രദ്ധയൊക്കെ അടക്കി കഴിഞ്ഞു, അതിനെ വധിച്ചു കഴിഞ്ഞു. ഇന്ദ്രിയങ്ങളെല്ലാം വധിച്ചാൽ പിന്നെ പുറമേയുള്ള ഒരു ചിന്തയും വരത്തില്ല. എപ്പോഴും സമചിത്തതയായിരിക്കും. അവരാണ് മറ്റേ നേരത്തെ നമ്മൾ പറഞ്ഞ് വിഷമിക്കുന്നവർക്ക് എല്ലാം കൊടുക്കും കൃപാത്മാക്കൾ എന്ന് പറയാം. അതിനേക്കാൾ ഒന്നും കൂടെ മുമ്പോട്ട് പോയവരുടെ അവസ്ഥയാണ് ഇത്. അപ്പോൾ മനസ്സേ സേവിക്കയില്ല എന്നങ്ങ് ഇരിക്കലും ഒരു ദുഃഖം കണ്ട അവരോട് ഒന്നും ചിന്തിക്കാതിരുന്നാലും സേവിക്കാൻ വേണം അവരെ അങ്ങോട്ട്. അങ്ങനെയുള്ള സത്തുക്കളെ നമ്മൾ അങ്ങോട്ട് ചെന്ന് സേവിക്കണം. അങ്ങനെ സേവിച്ചാൽ എന്ത് വരും? സേവയ സർവ്വഗുണമതേവർക്കുമാം. അങ്ങനെ സേവിച്ചാൽ സർവ്വപേർക്കും ഗുണമേ കിട്ടും. ഇപ്പം നമ്മളെ തട്ടി ഉണർത്തി എന്നാർക്ക് ഇന്നത് വയ്യ അല്ലെങ്കിൽ ഇന്നത് വേണം എന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞു നോക്ക്, ഉടനെ അവരുടെ ഹൃദയത്തിൽ നിന്ന് ഓർമ്മ വന്ന് അവരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയത് കൊണ്ടും മനസ്സിനെ അടക്കിയുള്ള ഒരു ചിന്ത വരത്തില്ല. മനസ്സ് എപ്പോഴും ഭഗവാൻ തന്നെ ആയിരിക്കും. സമചിത്തത ഉള്ളവരായതുകൊണ്ടാണ് ഒന്നിനെ പറ്റിയും അറിയാത്തത്. അല്ല, പൊടി കുട്ടികളെ കണക്ക് ഒന്നും അറിയാതെ അങ്ങ് നടക്കും. പക്ഷേ അവരോടൊന്ന് പ്രത്യേകിച്ച് നിന്ന് സേവിക്കാൻ അങ്ങോട്ട് ചെന്ന് നോക്ക്, അപ്പോൾ അവർ മനസ്സിലാക്കും, അയ്യോ ഇന്നാർക്ക് വയ്യ, അയ്യോ പെട്ടെന്ന് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാനും എടുക്കാനും എല്ലാം ഉണർവുണ്ടാവും. എന്താണ് അടുത്ത സമയം വേണമെന്നില്ല, പക്ഷെ അന്നേരം അതങ്ങനെ വന്നിരിക്കും. അതാ എല്ലാവർക്കും സർവ്വഗുണം അതേവർക്കും എല്ലാവർക്കും ഗുണമേ ഉണ്ടാക്കും. അത് ഓരോ ലെവലാണ്. അതാണ് എല്ലാവർക്കും ഒരു പ്രായമല്ല എന്ന് ഞാൻ പറയുന്നത്. ഓരോരുത്തർക്കും ആത്മീയമായ വളർച്ചയ്ക്ക് ഓരോരോ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് പോലെ തന്നെയാണ്, ഓരോ അളവുകളാണ്. 1 നിന്ന് 2 നിന്ന് 3 നിന്ന് ഇങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോകുക. അതിൻ്റെയാണ് ഈ ഓരോ അവസ്ഥ ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാനോട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണ്? ആപ്തകാമന്മാരെ അങ്ങോട്ട് സേവിക്കൽ. ഞാൻ ഇന്നൊന്നും കൂടുതൽ വായിക്കാൻ ഇത് മക്കളെ നിങ്ങൾ മനസ്സിലായിട്ടില്ലെന്ന് എനിക്കൊരു പിടുത്തം പോലെ തോന്നിയിട്ട് അത് ഒന്നുകൂടെ ആവർത്തിക്കുക. അത് നോക്കി വായിക്കാതിരിക്കരുതെന്ന് കരുതി. അറിയാവുന്നവരും അറിയുന്നവരും എല്ലാം ഇത് ഒന്നുകൂടെ എത്രത്തോളം മനസ്സിലാക്കാൻ അത്രയും നല്ലതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് വായിച്ചോണം. അല്ലെങ്കിൽ ഈ പറയണക്ക് ആ ഗുണം ഇല്ലാതെ പോകും. എൻ്റെ മനസ്സിൻ്റെ ഗുണം കൊണ്ടാണ് അങ്ങോട്ട് തരുന്നുള്ളതിനെ ഓർമ്മ വേണം. അതുപോലെ മക്കൾ അത് ഈശ്വരൻ തരുന്നതാണെന്ന് കരുതി ഇത് ഒന്നും കൂടെ മനസ്സിലാക്കണമെന്ന് കരുതുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ ഗുണം. ഈ ഗുണം ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ എന്നിൽ കൂടി ഈ ഗുണം എന്താ വരുന്നത്? അങ്ങോട്ട് വീണ്ടും വീണ്ടും കൊടുക്കണം തോന്നുന്നത് എന്താ? അതാണ് ഈ സമരസ ചിത്തന്മാരുടെ അവസ്ഥ. അത് ഇങ്ങനെ ജ്ഞാന സമരസ സത്തുക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങോട്ട് ഗുണം കൊടുക്കണം തോന്നിക്കുന്നത്. അതുകൊണ്ട് ആപ്തകാമന്മാരെ അങ്ങോട്ട് സേവിക്കില്ല. അതാണ് ആപ്തകാമന്മാരെന്തുവാ? എത്രത്തോളം തെളിയുന്നില്ല. ആപ്തകാമന്മാരെ അങ്ങോട്ട് സേവിക്കൽ പ്രാപ്ത ഒന്നില്ല ഇങ്ങ് സേവിക്കയില്ലവർ. അതായത് ഇഷ്ടം പോലെ എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട്. അവർക്ക് ആരും ഒന്നും വേണ്ട, എല്ലാം സമ്പാദിച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ ആർക്കും ഇന്നലെ പറഞ്ഞ ആർക്കും ഒരു ഗുണവും ചെയ്യത്തില്ല. അതത്രയും മതി. അറിയാമല്ലോ, ഒരു ഗുണം വെച്ചാൽ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കുന്നത് ഒറ്റ വാക്കി പറയുമ്പോൾ അത് തീരും അതുകൊണ്ട് സേവിക്കയില്ല അവർ എന്നതുകൊണ്ട് ഫലമില്ല. അറിഞ്ഞാൽ അവരെ കൊണ്ട് യാതൊരു ഗുണവും ആർക്കും ഉണ്ടാവത്തില്ല. എത്ര അയാൾക്ക് വാരിക്കൂട്ടി വെച്ചിട്ടുണ്ട്, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ മറ്റാർക്കും ഒരു ജീവിക്കും അവരെ കൊണ്ടൊരു ഉപകാരമില്ല. ഒരു കാക്കയ്ക്കോ പൂച്ചയ്ക്കോ ഒന്നും കൊടുക്കത്തില്ല. പിന്നെ കൃതഘ്ന ഗുരുമിത്ര ദ്രോഹികൾ എന്ന് വെച്ചാൽ അത് ദുഷ്ടന്മാരെന്ന് കണ്ടോണം. മാതാപിതാക്കളെ ദ്രോഹിക്കുക, സഹോദരങ്ങളെല്ലാം അങ്ങനെയുള്ളവർക്ക് എന്താ ഭജിയാതെ അവരെ നമ്മൾ അത് ശ്രദ്ധിക്കണം. അവരെ നമ്മൾ അങ്ങോട്ട് നിന്ന് വല്ലത്തിനും ചെന്നാൽ ഭജിക്കലും അവരോട് സഖ്യങ്ങളുണ്ടായാലും അവരുടെ ഒരു ചേർച്ചയും പാടില്ല, അവരുടെ യാതൊരു സഹകരണവും പാടില്ല. എന്താ
അപ്പം നമുക്കും അവരുടെ സഹകരണം വന്നാൽ നമുക്കും പാപം അനർത്ഥം എന്ന് ഓർക്കണം. അവരുടെ പാപം നിൽക്കുന്നവർക്ക് അവരുടെ കൂടെ കൂടുന്നവർക്കൂടെ കിട്ടും. അതുകൊണ്ട് അവരോട് കൂടെ ഒരിക്കലും സഖ്യം ഉണ്ടാകരുത്. അങ്ങ് അവരോട് സഖ്യം ഉണ്ടാകില്ല, എന്ത് വരും, വന്നു പോവും, പാപം അനർത്ഥം എന്ന് ഓർക്കുക. അങ്ങനെയല്ല വിഷമങ്ങളുണ്ടാകും. ഏവം ത്രിവിധമായുള്ളൂ ജനങ്ങളും ഈ വക പോലെ ഞാൻ അല്ലെന്നറിയണം. ഇത് എടുത്തൊന്ന് പറഞ്ഞ് എത്ര നല്ലതാ ഭഗവാൻ. ഇതിൻ്റെ ഈ പറഞ്ഞ യാതൊന്നുമല്ല ഭഗവാൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഭഗവാൻ ഈ ലോകത്ത് അവതരിച്ചു, പക്ഷേ ഈ മനുഷ്യരെ ഈ ജനങ്ങളെ കണക്ക് എന്തെങ്കിലും അല്ല ഭഗവാൻ. എന്താണ് പിന്നെ ഭഗവാൻ ഇവിടെ എന്താ ഈശ്വരൻ്റെ ലക്ഷണം? നിത്യവും ഭക്തിയോടെന്നെ ഭജിക്കുന്ന സത്യവാന്മാർക്ക് ദാസൻ ഞാൻ അറിഞ്ഞാലും. ഇവിടെ വരെ അല്ല വായിച്ചത്. നിത്യവും ഭക്തിയോട് ഭജിക്കുന്നത് മാത്രമല്ല, എന്താ ഈ ഭക്തിയോട് നമുക്ക് ഭക്തി കൂടാൻ വരുന്നത് എന്താ? നമ്മൾ അങ്ങനത്തെ ഗുണമുള്ള ഒരു ഹൃദയം കൂടെ നമുക്ക് ഉണ്ടെങ്കിലേ ഈ ഭക്തിയും വരത്തുള്ളൂ. നമ്മുടെ ഉള്ള അത്രമാത്രം ഭക്തി വരണമെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെല്ലാം നല്ലതായിരിക്കണം. വെറുതെ കയറി വരത്തില്ല ഭക്തിയും. അവർക്ക് ഭക്തി എന്താണെന്നോ ഭാഗവതം എന്താണെന്നോ യാതൊരു പിടുത്തമുള്ളവരല്ല. കാരണം നല്ല ഗുണമുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭക്തിയും വരൂ. അപ്പോൾ നിത്യവും ഭക്തിയോട് എന്നെ ഭജിക്കുന്ന സത്യവാന്മാർക്ക്, അപ്പം സത്യവാന്മാരുടെ ചിന്ത വരണം. എന്താണ് ഈ സത്യവാന്മാർ? ഭഗവാന് ചേരുന്നത്. ഭഗവാൻ സത്യമാണ്, ഈശ്വരൻ സത്യമാണ്, സ്നേഹമാണ്. അത് നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സത്യവാനാകുന്നത്. എല്ലാ പ്രവൃത്തിയും സത്യത്തിന് നിരക്കുന്നതായിരിക്കണം. അപ്പോൾ അങ്ങനെ ഭക്തിയോട് ഭഗവാനെ നിത്യം ഭജിക്കണം പറയുന്നത്. ധ്യാനിക്കുക മാത്രമല്ല, ഭജിക്കുകയും വേണം. നാക്കുകൊണ്ട് ഭഗവാനെ നന്നായി നാമം ആരാധിച്ച് ഭജിച്ചിട്ട് വേണം ധ്യാനിക്കാനിരിക്കാൻ. അപ്പോഴാണ് പെട്ടെന്ന് ഈ മറ്റ് പലരും പറയല് ധ്യാനം മതി, അത് എല്ലാം പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞാലും അവനവൻ്റെ സ്വഭാവം നന്നാക്കാത്തത് കൊണ്ടിടത്തോളം ഒരിക്കലും കിട്ടത്തില്ല. ഇങ്ങനെ നല്ല സ്വഭാവക്കാർക്കാണ് പെട്ടെന്ന് കിട്ടുന്നത്. എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയതുപോലെ ഞാൻ ഒരു ധ്യാനത്തിനും പോയില്ല. എന്താ കാരണം? നമ്മുടെ എല്ലാം ചുറ്റുവട്ടങ്ങളും നമ്മുടെ ഉള്ളത്തിനകത്ത് ഉണ്ടായിരുന്നു, നന്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ളവർക്കാണ് കിട്ടുന്നത്. അല്ലാതെ ഇനി 10,000 പേര് പോയാലും ചിലപ്പോൾ 10 പേർക്കേ കിട്ടൂ. കാരണം 10 പേര് ആ ഹൃദയശുദ്ധി ഉള്ളവർ കാണും. എല്ലാം ഒന്നിച്ച് വരണം ഇത് കിട്ടാൻ വേണ്ടി. അനുഗ്രഹവും ഭഗവാനെ ദർശനങ്ങളും പ്രത്യക്ഷം ആവണമെങ്കിൽ നമ്മുടെ സർവ്വതും ഭഗവാൻ എല്ലാം അളന്ന് കുറിച്ച് നോക്കും. അന്നേരം കിട്ടും. അതുപോലെ ഉള്ളവർക്കാണ് കിട്ടുന്നത്, അല്ലാതെ ഒരിക്കലും കിട്ടത്തില്ല. എന്നാൽ പിന്നെ അതിനല്ലേ സമയമുള്ളൂ. എന്നാൽ പിന്നെ എല്ലാവർക്കും കൊന്നും തിന്നും ദുഷ്ടത്തരം ചെയ്തിട്ടങ്ങ് ചെന്നാൽ പോരെ ധ്യാനിക്കാൻ. ഭഗവാൻ ഒക്കെ പ്രത്യക്ഷം ആവത്തില്ലേ? അപ്പോൾ പിന്നെ ആർക്കും ഭയം പോലും വേണ്ടല്ലേ. എനിക്കെന്താ ധ്യാനിച്ച് ഇന്നയുടെ ധ്യാനത്തിന് പോയാൽ മതി, ഞാനിന്ന് കുറേ ഇറച്ചിയൊക്കെ തിന്ന് കുറേ ശവമൊക്കെ വയറ്റിലിട്ട് അങ്ങനെ ഇങ്ങനെ കുറേ അടിച്ചും പിടിച്ചും ജനങ്ങളായിട്ട് കള്ളം കുടിച്ച് ദുഷ്ടതരം കണ്ടിട്ട് ധ്യാനിക്കാൻ പോയിരുന്നാൽ പോരെ? കിട്ടത്തില്ലല്ല. അതെന്തൊരർത്ഥമാണ്? ഒരിക്കലും അങ്ങനെ ചിന്തിച്ചേ ചെയ്യരുത്. അത് അങ്ങനെ വരുമ്പോഴേ അങ്ങനെ ഉണ്ടെന്ന് കേട്ടാൽ പോലും ലോകം നന്നാവത്തില്ല. ഇത്ര അതിക്രമങ്ങൾ കൂടത്തേ ഉള്ളൂ. എനിക്ക് എന്ത് ചെയ്താലെന്താ, ഞാൻ പോയി ധ്യാനിച്ചതങ്ങ് നേടാം, ഒക്കാത്ത കാര്യം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ അല്ല. നമ്മുടെ പ്രവർത്തികളെല്ലാം അച്ചട്ടായിരിക്കണം, അതിൽ കിറുകിറ തുല്യമായിരിക്കണം. ആ ഒരു സത്യവാനായിരിക്കണം. അവിടെ ഒരു കാരണവശാലും സത്യക്കേട് പാടില്ല. ഒരു ചെറു സൂചി വെള്ളത്തിൽ പോലും ഒരു കള്ളം മനസ്സിൽ പോലും ചിന്തിച്ചുകൂടാ. അങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഭക്തിയോടെ എന്നെ ഭജിക്കുന്ന സത്യവാന്മാർക്ക് ഞാൻ ദാസൻ എന്നറിഞ്ഞാലും. അതേസമയം ഇവിടങ്ങളിൽ ലോകത്ത് ആരും അങ്ങനെ ദാസനാവത്തില്ല. മക്കളെ, സത്യം പറയാൻ ഞാനൊരു ദാസനായിട്ടുണ്ട്. അങ്ങനെ എൻ്റെ മുമ്പിൽ എൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തുള്ള ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരുടെ മുമ്പിൽ ചെന്ന് അത് വാങ്ങിച്ച് ചെയ്തു കൊടുക്കും. അവർ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിന് അങ്ങനെയാണ്. അതാണ് ഭഗവാൻ ഇവിടെ കാണിക്കുന്നത്. ഭഗവാനും അതുപോലെ ഒരു വലിയ ഭക്തിയൊന്നും നമ്മളോട് ഇങ്ങോട്ട് വേണ്ട. എന്നിട്ട് പോലും ഞാൻ എനിക്ക് അയൽവക്കത്തൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇതൊക്കെ അവർ കൂവ ഇടിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ ഇത് വാങ്ങിച്ച് ഇടിച്ചിട്ടുണ്ട്. മഞ്ഞൾ ശരിയാക്കിയിട്ട് ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ അമ്മമ്മ മിറ്റം തൂക്കുമ്പോൾ ഞാൻ വാങ്ങിച്ച് മിറ്റം തൂത്തുകൊണ്ട് എന്നോട് ആരും പറഞ്ഞിട്ടല്ല. എൻ്റെ ഹൃദയത്തിൽ അങ്ങനെയാണ്. എനിക്ക് മനസ്സ് അങ്ങനെയാണ്. ഞാൻ അവരുടെ ദാസനാവും. ഇന്ന് എല്ലാവരും മാനാഭിമാനം ഉള്ളവരാണ്. കാരണം അവരുടെ വാങ്ങിച്ച് ചെയ്താൽ ഞാൻ എല്ലാവരും കണ്ടാൽ എന്ത് വിചാരിക്കും, തൂത്ത് കൊടുക്കുന്നോ, അതിവിടെ ജോലിക്കാരാണെന്ന് എന്നൊക്കെയുള്ള ചിന്താഗതി എനിക്കങ്ങനെയില്ല. മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കത് ഒത്തുനിന്ന് ചെയ്യുന്നത് എനിക്കിഷ്ടം. വയ്യാത്തത് കൊണ്ടുള്ളതേ ഉള്ളൂ. എന്നെക്കൊണ്ട് അങ്ങനെ ആരും ചെയ്യുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ പേസ് മേക്കർ വെച്ചു. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ല വെറുതെ നോക്കി നിൽക്കാൻ. അപ്പോഴത് വാങ്ങിച്ച് ചെയ്തു കൊടുക്കും. ഭഗവാനും അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ അവർക്ക് ദാസനെന്നറിഞ്ഞാലും ഇന്ന് മതമാനമേറിയ നിങ്ങൾക്ക്, ഈ കുട്ടികൾക്ക് മതമായിപ്പോയി. ഭഗവാൻ ഒരു പുരുഷനാണെന്ന്, ഈ ലോകത്തിലെ ഈ സാധാരണക്കാരനാണെങ്കിൽ ഒരു പുരുഷനാണെന്ന് കരുതി അവർ ഞാൻ കേമിയാണ്, ഞാൻ സുന്ദരിയാണ് എന്നങ്ങോട്ട് ഭഗവാനെ താത്തി കെട്ടിയിട്ട് ഇവർ മതം കൊണ്ട് അഹങ്കരിച്ച ഭഗവാൻ നിൽക്കുമോ? ഭഗവാൻ മറയത്തില്ലയോ? എന്താ അവർക്ക് വശനായി, അതായത് വേണ്ടാത്ത ഒരു സ്ത്രീ വശനാണെന്ന് ഈ കുട്ടികൾക്ക് വിചാരിച്ചാൽ ഭഗവാൻ അവിടെ എന്തായി തീരും?
ഭഗവാൻ ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റുമോ? അതുകൊണ്ട് ഇന്ന് മതമാനമേറിയ നിങ്ങൾക്ക് എന്നിലെ ഭക്തിക്ക് ചഞ്ചല മൂലമായി നിങ്ങൾക്കുള്ള ഭക്തിക്ക് ഇളക്കം വന്നു. അതുകൊണ്ട് മാനമടക്കി വിശുദ്ധ ഭക്ത്യർത്ഥമായി മാനിനിമാരെ മറഞ്ഞു നിന്നേനഹം. ഞാൻ എന്താ മറഞ്ഞു നിൽക്കാൻ കാരണം? നിങ്ങളുടെ ഭക്തിക്ക് ഇളക്കമുണ്ടായി, ചഞ്ചലമുണ്ടായി. മാനമടക്കി നിങ്ങളെ ഈ അഹങ്കാരങ്ങളെല്ലാം മാറ്റി, മാനാഭിമാനങ്ങളൊക്കെ മാറ്റി, അഹങ്കാരം മതമെല്ലാം അടക്കി വിശുദ്ധ ഭക്ത്യർത്ഥമായി വരണം മാനിനിമാരെ. അങ്ങനെ വരാൻ വേണ്ടിയാണ് ഞാൻ മറഞ്ഞു നിന്നത്. ഭഗവാൻ ഈ സ്ത്രീവശനാണെന്ന് ഈ പെണ്ണുങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നെന്നും പറയുന്ന ഈ പെണ്ണുങ്ങൾ ഒത്തിരിയോടെ തലേക്കറി നിരങ്ങത്തില്ലേ കൃഷ്ണൻ്റെ? ഇന്ന് ലോകത്ത് നടക്കുന്നു അങ്ങനെയാ. ഒരു ഭർത്താവിനൊരു ഭാര്യ സ്നേഹിക്കാൻ പറ്റും. ഭാര്യയാണെങ്കിൽ സ്നേഹിക്കാം. എത്ര സ്നേഹിച്ചാലും ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കണം, ഒരടി താഴെ നിൽക്കണം ഒരു പുരുഷൻ്റെ. നല്ല പുരുഷനാണെങ്കിൽ, യഥാർത്ഥ പുരുഷനാണെങ്കിൽ. അല്ലാത്ത പുരുഷന്മാരുടെ അടി താഴെ നിൽക്കണം ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. ഒരു യഥാർത്ഥ ജ്ഞാനി ആയിരിക്കണം ആ പുരുഷൻ. അവിടെ താഴെ തന്നെ നിൽക്കണം ആ സ്ത്രീ. എപ്പോഴും സ്ത്രീയായിട്ട് തന്നെ നിൽക്കണം. രണ്ടും സമഭാവന വേണ്ട, ഒരിക്കലും പാടില്ല. അവിടെ നശിച്ചു പോകത്തേ ഉള്ളൂ. പക്ഷേ തെമ്മാണികളെ അടുക്കച്ച് നിൽക്കണമെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ എന്ത് വേണം? എല്ലാം പിന്നെ അല്പം നല്ല ഒരു പുരുഷനാണോ, നമ്മളെ സാധാരണ ഒരു പുരുഷൻ, ഒരു ഭർത്താവ് നല്ലവനാണെങ്കിൽ അദ്ദേഹത്തിനെ പാദത്തിൽ തൊട്ടുന്ന് വണങ്ങണം, പറയുന്നതെല്ലാം ബഹുമാനത്തോടെ കേൾക്കണം, ഭക്തിയോടുകൂടി അദ്ദേഹത്തിനെ ദൈവത്തിനെ കാണണം. ഇതൊക്കെ ചെയ്യുന്നതാണ് യഥാർത്ഥ ഒരു നാരി. പക്ഷേ യഥാർത്ഥ പുരുഷനായിരിക്കണം. അതുപോലെ തന്നെയാണ് ഒരു സ്ത്രീയെയും അതുപോലെ ഒരു പുരുഷൻ കാണണം. അങ്ങനെ ഉള്ള കുടുംബമാണ് മുമ്പോട്ട് ഗമിച്ച് കയറി പോണത്. അതുകൊണ്ട് മാനിനിമാരെ, ഞാൻ മറന്നു നിന്ന കാര്യം എന്താ? നിങ്ങളെ മാനം അടക്കാതെ നിങ്ങൾക്ക് ചഞ്ചല ഹൃദയമായിപ്പോയി. നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ നിങ്ങൾക്കുള്ള മനഃശുദ്ധി ഇല്ലാതായിപ്പോയി. നിങ്ങൾ അഹങ്കാരം വർദ്ധിച്ചു പോയി. അതിന് നിങ്ങളുടെ അത് അടക്കി വരത്തക്കോണം വേണ്ടി ഞാനിവിടെ മറഞ്ഞു നിന്നു. ഞാൻ അതുകൊണ്ടാണ് മറഞ്ഞു നിന്നത്. ഞാൻ അതിഹീനൻ ജളൻ സ്ത്രീവശനെന്ന് മാനസേ നിങ്ങൾക്ക് തോന്നരുത് ഒന്നുമേ. ഭഗവാൻ എത്രമാത്രം ബുദ്ധിമുട്ടി കാണുമ്പോൾ. എന്തായാലും ഞാൻ ഇത്രത്തോളം ഇവരെ സ്നേഹിച്ചിട്ട് ഇവരെന്നെ ഒരു ഹീനനാണെന്നും ജളനാണെന്നും സ്ത്രീവശനെ പോലെ എന്നെ തള്ളിക്കളഞ്ഞല്ലോ എന്ന് ഭഗവാൻ പിന്നെ ഒന്നിലും വിഷമം ഉണ്ടാവാത്ത ഒരാളായതുകൊണ്ട് സഹിച്ചു മാറി നിന്ന്. അതേസമയം ചിലരാണെങ്കിലോ സാധാരണ മനുഷ്യനാണ്, ഇതുപോലെ ഒരു സ്ത്രീയെ അങ്ങനെയാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഒന്ന് സ്നേഹിച്ചു പോയാൽ തലേക്ക് നിരങ്ങുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഭർത്താവ് വേഗം കഷ്ടമല്ലേ, ഒറ്റയ്ക്ക് വന്നതല്ലേ, അമ്മയെ വിട്ട് വന്നില്ലെന്ന് പറഞ്ഞ് ഒന്ന് പൊക്കി വെച്ച് ഒന്ന് സ്നേഹിച്ച് ലാളിച്ചാൽ ഈ സ്ത്രീ എൻ്റെ സൗന്ദര്യം കൊണ്ടുകൊണ്ടാണ് ഇവനിങ്ങനെ ചെയ്തത് എന്നാൽ അവനെ ഒന്നുകൂടെ ചവിട്ടി താത്ത് മണ്ടേ കയറി നിരങ്ങാം. അപ്പോഴെന്ത് വരും? ആ ഭർത്താവ് എത്രമാത്രം ദുഃഖിക്കും മനസ്സുകൊണ്ട്. കളയാൻ പറ്റുമോ? അതും വയ്യ. തിന്നാൻ പറ്റുമോ? അതും വയ്യ. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ലോകം ഇന്ന് നശിച്ചു പോകുന്നത്. പെണ്ണുങ്ങളും കൊള്ളത്തില്ല, പുരുഷന്മാരും കൊള്ളത്തില്ല. അങ്ങനെയുള്ള ജീവിതം നല്ലതല്ല. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഞാൻ അത് ഹീനൻ ജളൻ സ്ത്രീവശനെന്ന് മാനസേ നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങൾക്ക് തോന്നരുതൊന്നുമേ. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ നിന്ന് മാറിപ്പോയത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിപ്പോകും. നിങ്ങൾക്ക് മതം വന്നുപോയി. ഞാനെന്ന ഭാവം, ഞാൻ സുന്ദരിയാണ്, എന്നെ എടുത്തുകൊണ്ട് നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് വന്നപ്പോൾ ഞാൻ ആ സ്ത്രീവശനല്ല. നിങ്ങൾക്കങ്ങനെ തോന്നാൻ പാടില്ല. അങ്ങനെ തോന്നും കൂടെ നിന്നാൽ. വീണ്ടും കൂടുതൽ ഭഗവാൻ ഒത്തു നിന്നാൽ വീണ്ടും ഒരു കൂടുതൽ കാണിക്കും. അതുകൊണ്ട് ഭഗവാൻ വിചാരിച്ചു ഇനി ഭഗവാന്റെ കാര്യം നോക്കി പോകാം, അവരെപ്പോഴെങ്കിലും താഴെ വരട്ടെ. അപ്പോൾ എന്ത് വന്നു? അപ്പോഴവർ താഴെ വന്നു. അതുകൊണ്ട് ഭക്തവാത്സല്യം എന്നോളം ഈശ്വരന്മാർക്ക് ചിത്തത്തിൽ ആർക്കുമില്ലെന്ന് ഉറച്ചിടുവൻ. ഒരു ഈശ്വരന്മാർക്കും, കാരണം ദൈവം ഏകനാണെങ്കിലും ഇവിടെ ശ്രീരാമനുണ്ട്, പിന്നെ വാമനാവതാരം വന്നു, ഇങ്ങനെ എത്രമാത്രം അല്ലെങ്കിൽ ഒരുപാട് അവതാര പുരുഷന്മാർ വന്നിട്ടുണ്ടല്ലോ, പ്രവാചകന്മാർ. അതുകൊണ്ട് ഈശ്വരന്മാരായിട്ട് ഇവിടെ വന്നിട്ടുള്ളതിൽ ചിത്തത്തിൽ ആർക്കും എന്നെപ്പോലെ ഭക്തന്മാരോടുള്ള വാത്സല്യം എന്നെപ്പോലെ ആർക്കും ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഭക്തവാത്സല്യം എന്നോളം ഈശന്മാർക്ക് ചിത്തത്തിൽ ആർക്കും ഇല്ലെന്നുറച്ചിടുവിൻ. ചിത്തശുദ്ധിയാ ഭക്തിയിൽ എന്നിലുണ്ടായതു ചിത്തത്തിൽ നിങ്ങൾക്ക് പ്രത്യക്ഷനായിപ്പോൾ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്നോളം എന്നോളം വാത്സല്യം ഭക്തന്മാരോട് ഞാൻ വാത്സല്യം പെടുന്നത് പോലെ ഒരു അവതാര പുരുഷന്മാർക്കും ഒരു ഈശന്മാർക്കും ഇതുപോലെ ഇല്ല. ഭഗവാൻ കൃഷ്ണനോളം വാത്സല്യം, ഭക്തന്മാരുള്ള സ്നേഹം, വാത്സല്യം ഇത്ര ആർക്കുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കൂ. ചിത്തത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ഉറയ്ക്കൂ. ചിത്തശുദ്ധിയ ഭക്തി എന്നിലുണ്ടായത്. ഇപ്പം നിങ്ങളുടെ ചിത്തത്തിൽ ശുദ്ധി വന്നു, നിങ്ങളുടെ മനസ്സിൽ ശുദ്ധിയായി, ദീനപ്പെട്ട് നിലവിളിച്ചു.
ഇനി കണ്ടേ പറ്റൂ, പ്രാണൻ നശിച്ചു പോകുന്നു, ഭഗവാനെ എൻ്റെ ജീവൻ പോകുന്നതിന് മുമ്പേ എന്നെ രക്ഷിക്കൂ എന്നവർ ദീനപ്പെട്ട് നിലവിളിച്ച് അത്രത്തോളം ശുദ്ധമായുടെ ഹൃദയം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ചിത്തശുദ്ധിയ ഭക്തി എന്നിൽ ഉണ്ടായതു ചിത്തത്തിൽ നിങ്ങൾക്ക് പ്രത്യക്ഷനായി ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് പ്രത്യക്ഷനായത് നിങ്ങളുടെ മനസ്സിന് ശുദ്ധി വന്നു, നിങ്ങളുടെ അഹങ്കാരം മാറി, നിങ്ങളുടെ മതം എല്ലാം മാറി, മാനാഭിമാനമൊക്കെ പോയി ഇപ്പം നിലവിളി തുടങ്ങി. മറ്റതങ്ങനെയാണോ? ഭഗവാൻ ഒത്തുനിന്നപ്പോൾ ഇവർ അഹങ്കരിച്ച് മതം വന്നു, അഹങ്കാരം വന്നു, ഞാനെന്ന ഭാവം വന്നു, എന്തും ഭഗവാനെ അങ്ങ് താഴ്ത്തി കെട്ടി. അതുകൊണ്ട് ഇപ്പം അവരുടെ മനസ്സിനെ ശുദ്ധി വന്നതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഞാൻ പ്രത്യക്ഷനായി. ഇന്നിനി മുന്നേ പോലെ രമിച്ചാലും മുന്നേ ഉണ്ടായ ദുഃഖം കളഞ്ഞിടുവൻ. ഇപ്പം നിങ്ങൾക്ക് ദുഃഖപ്പെട്ടിരുന്നെങ്കിൽ അതെല്ലാം മനസ്സിൽ നിന്ന് കളയൂ. ഇനി നിങ്ങൾ എന്നോടൊപ്പം രമിക്കൂ, ഭഗവാനിൽ ചേർന്ന് ലയിച്ച് അവിടെയെല്ലാം സന്തോഷമായിട്ട് കറങ്ങി നടക്കൂ. ജലക്രീഡയോ വനക്രീഡയോ എന്ത് ക്രീഡയോ നിങ്ങൾ നടത്തിക്കൊള്ളൂ. കാരണം ഹൃദയശുദ്ധി ആയല്ലോ. ഇനി ഭഗവാനാണെന്നും പിന്നെ ഇവർ സ്ത്രീകൾ മനുഷ്യനാണെന്നും അവരുടെ ഉള്ളിൽ ശുദ്ധി വന്നു. ഈശ്വരനാണ് ഭഗവാൻ, കൃഷ്ണൻ പരമാത്മാവാണെന്നുള്ള ഉള്ളത്തിൽ വന്നപ്പോൾ ഇനി അവർക്ക് തട്ടിയോ തടവിയോ സ്നേഹിക്കുകയോ മുത്തം കൊടുക്കുകയോ ഒരു വിഗ്രഹത്തെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ഇതുപോലെ സർവ്വതും ചെയ്യും, ഭഗവാൻ ഒത്തു നിൽക്കുകയും ചെയ്യും. കാരണം എന്താ? മനസ്സിന് കളങ്കമില്ല, അഹങ്കാരമില്ല, ഞാനെന്ന ഭാവമൊക്കെ പോയി. പരമാത്മാവ് ഈശ്വരനാണെന്ന് അവർ ചിത്തത്തിൽ വന്നു, ദീനപ്പെട്ട് നിലവിളിച്ചു. ഇനി എനിക്ക് ഭഗവാനെ കണ്ട് കിട്ടിയാൽ മതിയല്ലേ പ്രാണൻ പോകും. അങ്ങനെ ആയപ്പോൾ മനസ്സ് ശുദ്ധമായപ്പോൾ ഭഗവാനായി അവർ കണ്ടു, കൃഷ്ണനെ പരമാത്മാവെ അവർ കണ്ടു. അങ്ങനെ നമ്മളെല്ലാവരും ആകുമ്പോഴാണ് ഭഗവാൻ നമുക്ക് ഒത്തു നിൽക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ജലക്രീഡയും വനക്രീഡയും അല്ലാത്ത ക്രീഡയെല്ലാം അവർക്ക് ഒരു കൃഷ്ണൻ ഒരു സ്ത്രീക്ക് എന്ന പോലെ ഭഗവാൻ എല്ലാം അവർക്ക് വേണ്ടവണ്ണം കൊടുക്കുന്നത്. കാരണം അത് മനസ്സിനകത്ത് കളങ്കമില്ലല്ലോ, പരമാത്മാവായിട്ടാണല്ലോ അവർ ലയിക്കുന്നത്. അതുകൊണ്ട് ചിത്തത്തിൽ നിങ്ങൾക്ക് പ്രത്യക്ഷനായിപ്പോൾ നിങ്ങൾ ഇനി എന്ത് വേണം? മുന്നേ പോലെ നിങ്ങൾ എങ്ങനെയാണ് മുമ്പ് എന്നോടൊപ്പം നിന്ന് ലയിച്ച് രമിച്ചത്? അന്നേരം മനസ്സിന് ശുദ്ധിയില്ലാതെ ഇപ്പോൾ മനസ്സ് ശുദ്ധി ആയതുകൊണ്ട് നിങ്ങൾ നേരത്തെ എങ്ങനെ എന്നോട് രമിച്ചത് അതുപോലെ നിങ്ങൾ രമിച്ചാലും മുന്നമുണ്ടായ ദുഃഖം കളഞ്ഞിടും. നിങ്ങൾക്ക് കുറച്ച് ദുഃഖപ്പെട്ടു പോയി, അതെല്ലാം മനസ്സിൽ നിന്ന് കളയൂ. ഏവം അരുൾ ചെയ്ത് അത് കേട്ട് ഗോപികൾ താപം കളഞ്ഞു തെളിഞ്ഞു വിളങ്ങിനാർ. അവരുടെ ദുഃഖമെല്ലാം പോയിട്ട് അവർ തെളിഞ്ഞു വിളങ്ങി. നമ്മൾ തെളിഞ്ഞു വിളങ്ങണമെങ്കിൽ ഹൃദയശുദ്ധി വേണം. ഇല്ലെങ്കിൽ എന്താ, ഈ ലോകത്തുള്ള ചില ചാപല്യമുള്ള സ്ത്രീകളെ കണക്കായിപ്പോവും. അതിനെന്താ പറയുന്നത്? അത് ഈ ലോകം ഒരുമാതിരി എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയത്തില്ല. ഞാൻ ആ രീതി അല്ലാത്തുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറയാൻ ഒരു അറിവുമില്ല. അതുകൊണ്ട് ഇവർക്ക് ഉള്ളത്തിൽ ഭഗവാൻ രമിച്ചപ്പോൾ അവിടെ ഹൃദയത്തിൽ നല്ല ശുദ്ധമായപ്പോൾ താപമെല്ലാം അങ്ങ് പോയി, ദുഃഖമൊക്കെ പോയി, അവർ തെളിഞ്ഞു വിളങ്ങി, പ്രകാശം കൊണ്ടങ്ങ് നിറഞ്ഞു. പരമാത്മാവ് അവരുടെ ഉള്ളിൽ വസിക്കുന്നു. നിഷ്ക്രിയൻ രാസക്കളിക്ക് നല്ല ആരോട് നിർഗമിച്ച് ഓരോരോ നാരി പാർശ്വങ്ങളിൽ ഏകൻ അനേക കൃഷ്ണാകൃതി കൈക്കൊണ്ട് ഏകനാരിക്ക് ഏക കൃഷ്ണ സമന്വിതം. അപ്പോൾ ഭഗവാൻ എന്ത് വന്നു? നിഷ്ക്രിയനായിരിക്കുന്ന കർമ്മമില്ലാതെ ഒരു കർമ്മവും ഭഗവാൻ ഇല്ല, നിഷ്ക്രിയൻ, ഒരു ക്രിയയും ഭഗവാനില്ല. എന്നിട്ടും ഭഗവാൻ രാസക്കളിക്ക് ഭഗവാൻ ആരോടും ഒരു മമതയോ ആരോട് സംഘമോ ഒരു ഇന്ന ജോലി ചെയ്യണമെന്നോ പരമാത്മാവിന് യാതൊരു കർമ്മവും ഇല്ല. നിഷ്ക്രിയനാണ്, ഒരു ക്രിയയും ചെയ്യണ്ട. പക്ഷെ എന്നാൽ അവിടെ ചിത്തം ശുദ്ധിയായപ്പോൾ ഭഗവാൻ രാസക്കളിക്ക് ഭഗവാൻ തന്നെ അവരോട് ഈ ക്രിയ ചെയ്യുന്നു. ചെയ്യേണ്ട കാര്യമില്ലാത്തതായാലും ഭഗവാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി നല്ലാരോട് ഈ കുട്ടികളോട് നിർഗമിച്ച് ഓരോരോ സ്ത്രീകളിൽ നാരി പാർശ്വങ്ങളിൽ വശങ്ങളിൽ നിന്ന് ഒരു കുട്ടിയുടെ ഒരു വശത്ത് ഒരു കൃഷ്ണൻ, അടുത്ത കുട്ടിയുടെ അടുത്ത വശത്ത് ഒരു കൃഷ്ണൻ, അങ്ങനെ ഓരോരോ നാരി പാർശ്വങ്ങളിൽ. ഇപ്പം എൻ്റെ ഇടത്ത് വശത്ത് ഭഗവാൻ നിൽക്കും, അല്ലെങ്കിൽ വലത്ത് വശത്ത് നിൽക്കുകയാണെങ്കിൽ അടുത്ത കുട്ടിയുടെ ഇപ്പുറം നിൽക്കും. അപ്പം എല്ലാ കുട്ടികളുടെ ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ വരും. അങ്ങനെ ഓരോ നാരി പാർശ്വങ്ങളിൽ വശങ്ങളിൽ അനേക കൃഷ്ണാകൃതി കൈക്കൊണ്ട് ഒരേ ഒരു ഭഗവാൻ അനേക ഭഗവാന്റെ മായ കൊണ്ട് എല്ലാവർക്കും ഓരോ കൃഷ്ണനെ അവരുടെ വശങ്ങളിൽ കൊടുത്തു. അപ്പോൾ അനേക കൃഷ്ണാകൃതി കൈക്കൊണ്ട് ഒരേ ഒരു ഭഗവാൻ അനേക രൂപത്തിൽ എല്ലാ സ്ത്രീകളുടെയും ഓരോ വശങ്ങളിൽ നാരിക്ക് കൃഷ്ണ സമന്വിതം, ഒരു നാരിക്ക് ഒരു കൃഷ്ണനെ തന്നെ കൊടുത്തു. എല്ലാവർക്കും കൂടെ ഒരു കൃഷ്ണനല്ല, എനിക്കൊരു കൃഷ്ണൻ, നിങ്ങൾക്കൊരു കൃഷ്ണൻ, അങ്ങനെ എല്ലാവർക്കും ഓരോ കൃഷ്ണനെ കൊടുത്തു. കണ്ടു. നാരിക്ക് കൃഷ്ണ സമന്വിതം വട്ടത്തിൽ നിന്ന് അതിന്മധ്യേ പരബ്രഹ്മപുഷ്ട ചിത്താം ജഗദീശ്വരൻ നോർത്തവർ. അപ്പോൾ ഭഗവാൻ അങ്ങനെ അവരെല്ലാം വട്ടത്തിൽ നിന്ന് അതിന് മധ്യേ പരബ്രഹ്മപുഷ്ട ചിത്താം, അത്ര ഈശ്വരൻ പരബ്രഹ്മമൂർത്തി ആ മനസ്സോടുകൂടി ജഗദീശ്വരൻ നോർത്തവർ അവർ ആനന്ദചിത്തരായില്ലേ. നമ്മളെന്താ
കൊതിക്ക് മക്കളെ, നന്നായി ആഗ്രഹിക്കൂ, നന്നായി പിടിച്ചെടുത്തോളൂ. ഭഗവാനെ അത്രത്തോളം വേണമല്ല, ആ ആർത്തി വെമ്പൽ വരട്ടെ. എനിക്കും ഭഗവാൻ ഒരു വശം നിൽക്കണം, കളിക്കാൻ, നൃത്തം ചെയ്യാൻ, ക്രീഡ നടത്താൻ എൻ്റെ വശത്തിലും ഭഗവാൻ നിൽക്കണം. അങ്ങനെ എല്ലാ ഭക്തമക്കളും ചിന്തിക്കും, എല്ലാവരുടെയും അടുത്ത് തന്നെ ഭഗവാൻ നിൽക്കും. അപ്പോൾ അവർ മനസ്സിലാക്കി വട്ടത്തിൽ നിന്ന് അതിന് മധ്യേ പരബ്രഹ്മപുഷ്ടചിത്താം ജഗദീശനം നോർത്തവർ ഓരോരോ നാരിയും ഓരോരോ കൃഷ്ണനും ചാലി രൂപങ്ങൾ ചേർത്തൊത്ത് കൈയും പിടിച്ച് അടുത്തടുത്ത് നിന്നുകൊണ്ട് ഓരോ നാരിക്കും ഓരോ കൃഷ്ണൻ, പരമാത്മാവ ജഗദീശ്വരൻ ചാരു രൂപങ്ങൾ ആ ഭഗവാന്റെ അടുത്ത്, കുട്ടികളുടെ ഈ സ്ത്രീകളുടെ അടുത്ത രൂപങ്ങളോട് ചേർത്ത് ഒത്ത് കയ്യും പിടിച്ചാരത് പാർക്കിൽ മനോഹരമത്രേ. ഓരോ കുട്ടികളുടെയും ഓരോ വശങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടില്ലേ കളിക്കുന്ന ഇങ്ങനെ നൃത്തം ചെയ്തേ. അപ്പോൾ ഒരു നാരിയുടെ ഒരു കയ്യിൽ ഭഗവാൻ ഇടത്തെ കൈ പിടിക്കുകയാണെങ്കിൽ മറ്റേ കുട്ടിയുടെ വലത്തെ കൈ, അങ്ങനെ എല്ലാവരുടെയും വശങ്ങളിൽ നിന്ന് ഭഗവാൻ ഇങ്ങനെ പിടിച്ച് പാർക്കിൽ മനോഹരമത്രത്. കണ്ടാൽ എത്ര മനോഹരമാകുന്നു. ഭഗവാൻ അടുത്ത് നിന്ന് ഓരോ രൂപം ഭഗവാൻ എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള കൃഷ്ണനെ കൊടുത്തു. അവർ കൈ രണ്ട് പെണ്ണിൻ്റെയും ആണിൻ്റെയും കൈ പിടിച്ച് കോർത്ത് നൃത്തം ചെയ്യുന്നു. അതാണ് ക്രീഡ. അത് പാർക്കിൽ ഇത് കണ്ടാൽ മനോഹരമെത്രയും. നാരായണൻ നരകാരി നരോത്തമൻ പത്തരമാറ്റുള്ള പൊന്മണി മുമ്പ് പിമ്പും ഉത്തമ ഇന്ദ്രനീല കൺമണികളാൽ ഒന്നിച്ചു മാല്യം തൊടുത്ത പോലെ ഒന്നിച്ച് മാല കോർത്ത് നിൽക്കുന്ന പോലെ നിൽക്കും. കൃഷ്ണനും ഒരു സ്ത്രീയും, അടുത്ത കൃഷ്ണനും ഒരു സ്ത്രീയും ഇങ്ങനെ കൈയും പിടിച്ച് നിന്നപ്പോൾ മാല കോർത്ത് കെട്ടി ഇങ്ങനെ വട്ടത്തിൽ നിന്നാൽ എങ്ങനെയാ, അതുപോലെ അവർ നിൽക്കുന്നു. പത്തരമാറ്റുള്ള പൊന്മണി മുമ്പ് പിമ്പ് ഉത്തമ ഇന്ദ്ര നീല കൺമണികളാൽ ഒന്നിച്ച് മാല്യം, അതായത് മാല തൊടുത്ത പോലെ കൃഷ്ണസുന്ദരിമാർ തമ്മിൽ യോജിച്ചു നിന്നുടൻ. സമയം പോയി. പാടിവരാടിയും തോടിയും എന്നിവ മോടി പുന്നാകവരാടി ഇത്യാദികൾ പാടിയും ചെമ്പട പിമ്പട താൻ തഥാ. അവരുടെ നൃത്തത്തിൻ്റെ അതാണ്. പാടി പഞ്ചാരി താളങ്ങൾ ഇത്യാദിയാൽ കൂടി ചാഞ്ചാടി താണൊത്തി ക്രമോൽക്രമാൽ പാടേ കളിക്കുന്ന അത് കണ്ടു ദേവകൾക്ക് അസൂയ ഉണ്ടായി. ഈ ഭക്തമക്കൾ നാരിമാരും ഓരോരോ ഭഗവാനും ഓരോ നാരിമാരും ഇങ്ങനെ കളിച്ച് ചാഞ്ചാടിത്താണ് ഒത്തി ക്രമോൽക്രമാൽ പാടേ ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ ദേവകൾ മാമുനിമാർ സിദ്ധസാധ്യ ഗന്ധർവാദി കാമിനി അപ്സരസാദി ദേവഗണം. അപ്പോൾ അപ്സരസുകളും സിദ്ധസാധ്യ ഗന്ധർവാദികളും മാമുനിമാരും ദേവന്മാരും എല്ലാം കാമിനി അപ്സരസാദി ദേവഗണങ്ങളെല്ലാം വ്യോമനി നിന്ന് എല്ലാവരും ആകാശത്ത് വന്ന് നിറഞ്ഞു. ഭഗവാന്റെ ഈ നൃത്തങ്ങൾ കണ്ട് ഈ ഒരു കൃഷ്ണൻ ഒരു സ്ത്രീക്ക് എന്നത് സർവ്വപേർക്കും അങ്ങനെ ഭഗവാൻ എത്ര സ്ത്രീകളും എത്ര കൃഷ്ണനുണ്ട്. ഇത് കണ്ടപ്പോൾ അവർ ആദ്യമായിട്ട് ദേവഗണങ്ങളെല്ലാം കാണുന്നത്. അവർ ആകാശത്ത് വന്ന് നിന്ന് നിറഞ്ഞു. നാനാ മൃഗ കാമിനിമാർ പക്ഷി പന്നകാദ്യ ആദി വന്ന് എല്ലാവരും പക്ഷിയും പന്നകം പാമ്പും കാമിനിമാർ വ്യോമനി എല്ലാം അവിടെയുള്ള അപ്സരസ്ത്രീകളും അവിടെയുള്ള കാമിനിമാരും എല്ലാം ആകാശത്ത് വന്ന് ചുഴന്നിതു. അവിടെ എല്ലാം വന്നങ്ങ് നിറഞ്ഞു നിന്നു. എന്ത് ചെയ്തു? ഭഗവാന്റെയും ഈ നാരിമാരുടെയും നൃത്തം കണ്ട് ദേവകൾ പൂമഴ നന്നായി പൊഴിഞ്ഞു. ഘോഷിച്ചു വാദ്യങ്ങളും വേദാന്ത വിഗ്രഹം വേദാന്ത സാരാർത്ഥ ആദ്യ പുരുഷ അവ്യക്താരൂപകം ഏകമെന്നും ദ്വൈതമെന്നും ഇല്ലാതവൻ ദേവക അഭീഷ്ടതൻ തന്നെ മുനിജനം നന്ദി വാഴ്ത്തി സ്തുതിച്ച് രാസക്രീഡ നന്ദിച്ചു കണ്ട് ദേവാംഗനമാരപ്പോൾ തമ്മിൽ പറഞ്ഞാൽ ഇവണ്ണ ഈ വല്ലവീ സുന്ദരിമാർ നമ്മിൽ ഏറ്റവും സൗഭാഗമാർ. ഇത് നമുക്ക് അടുത്ത പ്രാവശ്യം ചേർത്ത് വായിക്കാം, കാരണം എനിക്ക് പെട്ടെന്ന് സമയം പോയി മക്കളെ. അതായത് അവർ എന്ത് പറഞ്ഞു? ഈ സുന്ദരിമാർ അവരെക്കാൾ ഏറ്റവും സുഭഗമാരാണെന്ന്. ഈ ദേവഗണങ്ങൾ അപ്സരസുകളൊക്കെ സുന്ദരിമാരാണ്, പക്ഷേ അവർക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഓരോ നാരിമാർക്കും ഓരോ കൃഷ്ണനിൽ നിന്ന് ഇങ്ങനെ നൃത്തം ചെയ്യാൻ ഈ ഭാഗ്യം ഇവർക്ക് കിട്ടാഞ്ഞുകൊണ്ട് അവരെന്ത് പറഞ്ഞു? തമ്മിൽ പറഞ്ഞാൽ ഇവണ്ണ ഈ വല്ലവീ സുന്ദരിമാർ നമ്മിലേറ്റം ഈ അപ്സരസ്ത്രീകളൊക്കെ ദേവസ്ത്രീകളെക്കാൾ എത്രയോ മുമ്പിലാണ്. അവർ സുഭഗമാരാണ്, അവർ സുന്ദരിമാരും ഭാഗ്യശീലശാലികളാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു ഭാഗമാണ്. നമുക്ക് ഇതുപോലെ ആനന്ദിക്കണം. നമ്മൾ വായിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു വശത്ത് ഭഗവാൻ ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക, നമ്മൾ അതിനൊത്ത് നൃത്തം ചെയ്യുക, അത് നമുക്ക് നടക്കൂ. അങ്ങനെയാണ് നമ്മൾ ആനന്ദിക്കുന്നത്. നമുക്കും ഭഗവാനുണ്ട്. നമ്മുടെ ഒരു വശത്ത് നമ്മുടെ കൈകോർത്ത് ഭഗവാൻ ഇങ്ങനെ വട്ടം ചുറ്റി നമ്മളെ കൊണ്ട് ഇവിടെ കറങ്ങുന്നു. നമ്മൾ ഒരു ഗോപസ്ത്രീ തന്നെ, പക്ഷേ എന്ത് വേണം?
അഹങ്കാരം പാടില്ല, മതം പാടില്ല, ചിത്തശുദ്ധി. എത്രത്തോളം ഭഗവാൻ നമ്മളെ വാത്സല്യം ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് പ്രേമമാകുന്ന ഭക്തി, ബഹുമാനം, എല്ലാ സ്നേഹവും ഭഗവാനെ അർപ്പിച്ച് ഭഗവാന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കണം. നമ്മൾ ഒന്നും അല്ലാത്തവരാണ്. നമ്മളെ ഭഗവാൻ ഇങ്ങനെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തോണം ചിന്തിച്ചുകൊണ്ട് ഈശ്വരനെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് ഭഗവാന്റെ പാദത്തിൽ കിടക്കുക. എനിക്കതേ പറയാൻ പറ്റും. അപ്പോൾ അത് വാക്കുകൾ പറയാനില്ലാത്തതുകൊണ്ട് പറയാൻ വയ്യ. എത്രത്തോളം നമ്മൾ താഴ്ന്ന് കിടക്കാം, അതാണ് നമ്മളെ മനസ്സ്. അങ്ങനെ ആയി താഴെ ഒരു നിലത്ത് പറ്റി കിടക്കുക. നമുക്ക് ഒന്നും മുതിർന്ന് മുമ്പോട്ടാകരുത് മക്കളെ. ഭഗവാൻ സ്നേഹിക്കണമെങ്കിൽ അതാണ് നമുക്ക് ആവശ്യം. അതിന് എനിക്കത് എത്രമാത്രം താഴേക്ക് പോകണമെന്ന് പറയാനുള്ള വാക്കില്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. നമ്മൾ അങ്ങനെ ആയിത്തീരണം. നമ്മുടെ ഹൃദയം അത്ര വെടുപ്പായ ശുദ്ധിയായ നമ്മൾ ആരുമല്ല. പരമാത്മാവ് എവിടെ കിടക്കുന്നു? നമ്മൾ ആരാ? നമ്മൾ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? ഭഗവാനെ അങ്ങ് ഹീനനെന്നോ ഒക്കെ ചിന്തിക്കത്തില്ലേ? ഭഗവാൻ വിഷമമല്ലേ? ഇവർ അഹങ്കാരം കൊണ്ട് മതവിളവി ഭഗവാൻ ഞങ്ങൾക്ക് വശനായി, ഞങ്ങളുടെ സുന്ദരത്വം കൊണ്ടാണ് എന്ന് വെച്ചാൽ അഹങ്കരിച്ചാൽ എന്താവും? ഭഗവാൻ പുരുഷൻ ഇവിടെ മനുഷ്യനാണോ? പരബ്രഹ്മമല്ലേ? മനുഷ്യരും വസുദേവകിയുടെയും വസുദേവൻ്റെയും അവർ പ്രസവിച്ച അവരുടെ ദേഹമല്ലേ ഈ പഞ്ചഭൂതത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളൂ. പ്രകൃതിയിൽ നിന്ന് ഭഗവാന്റെ തന്നെ വിഷ്ണു മായയിൽ നിന്നെടുത്ത ശരീരം. അല്ലാതെ അത് ആ ആളാരാണ്? അത് പരബ്രഹ്മമല്ലേ? നമ്മൾ ആ പരബ്രഹ്മത്തെ നമ്മുടെ ഉള്ളിലാക്കുക. എനിക്കതേ പറയാൻ അറിയാവൂ. എല്ലാവർക്കും നമസ്കാരം. ആനന്ദചിത്തരായി നമുക്ക് വായിക്കണം, നമുക്ക് സന്തോഷിക്കണം, നമുക്ക് ആനന്ദം കൊണ്ട് നിറയ്ക്കണം. ഭഗവാൻ നമ്മൾക്കും ഉണ്ട്, നമ്മുടെ പാർശ്വത്തിൽ, നമ്മുടെ വശത്ത് ഭഗവാൻ നമ്മുടെ എപ്പോഴും നമ്മുടെ കൂട്ടിനുണ്ട്. നമുക്ക് നൃത്തം ചെയ്യണോ? നമുക്ക് ചെയ്യാം. നമുക്ക് എന്താണ് ആവശ്യങ്ങൾ? ഇതെല്ലാം ഭഗവാനിലെ ഈ ഒരു മനസ്സോടി ആയിരിക്കണം. നമ്മുടെ ഹൃദയം അങ്ങനെയുള്ള വിശാലമായ, നമ്മുടെ ഒരഴുക്കില്ലാത്ത ഹൃദയശുദ്ധിയോടെ, അഹങ്കാരമില്ലാത്ത നന്മ നിറഞ്ഞ ഒരു ഹൃദയമായി നമ്മൾ ഭഗവാനെ പിടിക്കൂ. ഭഗവാൻ വേറെ എങ്ങും ആ ഭക്തനെ കണ്ടിട്ട് പോകില്ല. ഭഗവാൻ അപ്പോഴേ അത്ര സ്നേഹവും വാത്സല്യമാണ് ഭഗവാൻ. ഭക്തൻ കഴിഞ്ഞേ മറ്റൊന്നുള്ള, പക്ഷെ നമ്മളൊരു ഭക്തനായി തീരുമ്പോഴാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.